السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ക്ലാസ് റൂമിലൂടെ ഈ പരിപാടി ശ്രമിക്കുന്ന എന്റെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. പല രൂപത്തിലും പ്രയാസപ്പെടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു തആല അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാവട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിപൂർണ്ണ ഹിദായത്തിലായി ഈമാനോടുകൂടെ മരിക്കുവാനും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ അഅലയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തിയെടുക്കാൻ അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ സൂറത്തിന്റെ അവസാന ഭാഗം വിജയത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധേയമായ 3 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് അല്ലാഹു ആഹ്വാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗം. ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം 14 മുതലുള്ള ആയത്ത്. أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ. അത്യുന്നതനായ നിന്റെ രക്ഷിതാവിനെ നീ പ്രകീർത്തിച്ചോ. അല്ലദീ ഖലഖ ഫസവ്വാ. അവൻ സൃഷ്ടിച്ചവനും ശരിപ്പെടുത്തിയവനുമാണ്. വല്ലദീ ഖദ്ദറ ഫഹദാ. അവൻ വ്യവസ്ഥ നിശ്ചയിച്ചവനും അതിലേക്ക് വഴി കാണിച്ചവനുമാണ്. വല്ലദീ അഖ്റജൽ മർആ. അവൻ സസ്യലതാദികളെ മുളപ്പിച്ചവനാണ്. ഫജഅലഹു ഗുസാഅൻ അഹ്വാ. എന്നിട്ട് അതിനെ ഇരുണ്ട നിറത്തിലുള്ള ചാരമായി ചവറുകളാക്കിയതും അവൻ തന്നെയാണ്. സനഖ്റിഉക ഫലാ തൻസാ. നാം താങ്കൾക്ക് ഓതിത്തരും, താങ്കൾ മറന്നുപോകില്ല. ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. രഹസ്യമായതും പരസ്യമായതും അല്ലാഹു അറിയുന്നവനാണ്. വനുയസ്സിറുക ലിൽ യുസ്റാ. ഏറ്റവും എളുപ്പമായവരേക്ക് നബിയെ താങ്കൾക്ക് നാം സൗകര്യം ചെയ്തു തരും. ഫദക്കിർ ഇൻ നഫഅത്തിൽ ദിക്റാ. ഉത്ബോധനം നടത്തുക. ഉത്ബോധനം ഫലം ചെയ്താൽ സയദക്കറു മൻ യഖ്ശാ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ഉപദേശം സ്വീകരിക്കും. വയതജന്നബുഹൽ അഷ്ഖാ. മഹാദുഷ്ടൻ ആ ഉത്ബോധനത്തിൽ നിന്ന് അകന്നുപോകും. അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ. അവൻ വലിയ അഗ്നിയിൽ പ്രവേശിക്കുന്നവനാണ്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. പിന്നെ അതിൽ മരിക്കില്ല, അവൻ ജീവിക്കുകയുമില്ല. മരണമില്ല, സന്തോഷകരമായ ജീവിതവുമില്ല. 13 ആയത്തുകൾ 2 ക്ലാസുകളിലായി നമ്മൾ വിശദീകരിച്ചു. ഇനി അല്ലാഹു 14 മുതലുള്ള ആയത്തിൽ പറയുന്നത് ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ മൻ തസക്കാ. തീർച്ചയായും നിസ്സംശയം സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. വദകറ ഇസ്മ റബ്ബിഹി. റബ്ബിന്റെ നാമത്തെ സ്മരിച്ചവൻ വിജയിച്ചു. ഫസല്ലാ. നിസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ഇവിടെ വിജയത്തിന് അല്ലാഹു 3 കാര്യങ്ങൾ പറയുന്നത്. 1 സംസ്കരണം, 2 സ്മരണ, 3 നിസ്കാരം. ആത്മസംസ്കരണം, അല്ലാഹുവിലുള്ള സ്മരണ, നിസ്കാരം. ഈ 3 കാര്യങ്ങളുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ തസക്കാ. അല്ലാഹുവിന്റെ ആ പ്രയോഗം തന്നെ പറയുന്ന വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ടെന്ന് അറിയിക്കുന്നു. ഖദ് എന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, സംശയലേശമല്ലേ, തർക്കിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പാണ്, ഖണ്ഡിതമാണ് വിഷയം. വിജയത്തിന് 3 കാര്യങ്ങൾ. ആദ്യമായിട്ട് അല്ലാഹു മുന്നോട്ട് വെച്ചത് തസ്കിയത്ത്, സംസ്കരണം. ആത്മസംസ്കരണം വേണമെന്നല്ല. ആത്മസംസ്കരണം ഇല്ലെങ്കിൽ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കും. നമ്മുടെ ഉള്ളിൽ വളരെ ശരിയായിരിക്കണം. ശാരീരികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ മുറിവുകൾ, ചൊറിച്ചിലുകൾ, ചിലപ്പോൾ അറപ്പ് വെറുപ്പും തോന്നുന്ന രൂപത്തിൽ മുറിവുകളുണ്ട്. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വിഷമാവും. അതിന് ചില മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആത്മസംസ്കരണം അതിലേറെ പ്രധാനമാണ്. മാറാത്ത മുറിവുകളുമായി ഒരാൾ മരിക്കുകയാണെങ്കിൽ
അയാൾ നല്ല ക്ഷമ കൈക്കൊണ്ടാൽ, അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിച്ച് തനിക്ക് വന്ന ആ രോഗത്തിൽ അദ്ദേഹം വളരെ ക്ഷമിച്ച് നല്ല തവക്കുലുണ്ടെങ്കിൽ അയാൾക്കത് നേട്ടം. എന്നാൽ നമ്മുടെ ആത്മാവ് അതിന് രോഗം ബാധിച്ച് ആത്മസംസ്കരണമില്ലാതെ അത് മലീമസമായാൽ അത് ആയുസ്സിനല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിനാണ്. ദുന്യാവല്ല അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആഖിറമാണ്. ആഖിറത്തേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും എത്ര കഠിനാധ്വാനം ചെയ്താലും അത് ശൂന്യമാവും, വെറുതെ നിഷ്ഫലമാകും. പരലോകം ചെല്ലുമ്പോൾ അത് നിഷ്ഫലമാകും. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മസംസ്കാരം. അത് വേണമെന്ന്, അത് നിർബന്ധമാണ് എന്ന്, അത് ഉള്ളവർ വിജയിച്ചുവെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്താണ് ഈ ആയത്തിലൂടെ. ആത്മാവിനെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആന്തരികമായ രോഗങ്ങൾ തൊട്ടുന്ന ക്യാൻസറിനേക്കാൾ പേടിക്കേണ്ടതാണ്. ക്യാൻസർ ബാധിച്ച ഒരാൾ ചിലപ്പോൾ വേഗം മരിക്കാം, ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരാൾ വേഗം മരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാരകമായ രോഗങ്ങൾ ബാധിച്ച ഒരാൾക്ക് വേഗത്തിൽ മരണം വരാം. പക്ഷേ ഈമാന് കുഴപ്പമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഈ പറയപ്പെട്ട രോഗം ബാധിച്ചാൽ അത് പ്രശ്നം, മരണം വേഗം വരൂല, പക്ഷേ പരലോകം നഷ്ടപ്പെടും. അപ്പൊ ഇതാണ് നമ്മൾ കാര്യത്തിലെടുക്കേണ്ടത്. ആത്മസംസ്കരണം എന്തായിരുന്നാലും വേണം. അപ്പൊ ആത്മാവ് മലിനമാകുക എന്ന് പറഞ്ഞാൽ അസൂയ, അഹങ്കാരം, അനാവശ്യ ദേഷ്യം, ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. അസൂയന് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. ഭൂമിയിൽ ആദ്യത്തെ പ്രശ്നത്തിന്റെ കാരണം അസൂയ, ആകാശത്തിലെ ആദ്യത്തെ പ്രശ്നത്തിന്റെ കാരണവും അസൂയ. അതെന്താ പാടില്ല. ഒരാൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് അത് നീങ്ങാൻ ആഗ്രഹിക്കുക, ഒരാൾക്ക് എത്തിയ വിപത്തിൽ സന്തോഷിക്കുക, ഇതല്ലാഹു അസൂയ. ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കുമ്പോൾ അത് നീങ്ങാൻ വല്ലാതെ ആഗ്രഹിക്കുക, അതിലൊരു അസ്വസ്ഥത. നമ്മൾ പറയും കണ്ണുകടി എന്നൊക്കെ പറയും. ഇത് ചെറിയവർക്ക് ചെറിയ തോതിലും മുതിർന്നവർക്ക് മുതിർന്ന തോതിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വലാ തഹസദൂ, നിങ്ങൾ അന്യോന്യം അസൂയ വെക്കരുത്. അന്യോന്യം അസൂയ വെക്കാൻ പാടില്ല. ഇതറിയില്ല ചിലപ്പോ. അസൂയ നോട്ടാല് അതാണ് എല്ലാ പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നത്. എന്തിനാണ് ഒരാളെ തകർക്കാൻ സിഹർ ചെയ്യുന്നത്? ഒരു കുട്ടി നല്ല മാർക്കോടുകൂടെ എല്ലാ വിഷയത്തിലും SSLC റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടിയോട് അസൂയുള്ള ചിലർ ചിലപ്പോ എന്തെങ്കിലും ഗൂഢോത്രങ്ങൾ ചെയ്താല് അടുത്ത പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിൽ A+ കിട്ടാതിരിക്കാനുള്ള പണിയെടുക്കാം. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. സംഗതി യാഥാർത്ഥ്യം. ഒരു ഭാര്യയും ഭർത്താവും വളരെ ഐക്യത്തിൽ ജീവിക്കാം. അവിടെ ജീവിതത്തിൽ അസൂയ കൊണ്ടവർക്ക് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ വിള്ളൽ വരുത്താൻ സാധിക്കും. ഭയങ്കര കച്ചവടം, പുതിയതായിട്ട് തുടങ്ങിയൊരു കട, അതിൽ വലിയ അസൂയ. ആ കച്ചവടം പൊളിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സീറിയ. അതൊക്കെ യാഥാർത്ഥ്യം. ഇതൊക്കെ അസൂയയിൽ നിന്നാണ് എല്ലാം വരുന്നത്. അള്ളാന്റെ തിരുദൂതർക്ക് ലബീദ് ബിൻ അഴ്സമിന്റെ നേതൃത്വത്തിൽ സിഹർ ചെയ്യാനുള്ള കാരണം പ്രവാചകരോടുള്ള അസൂയയായി. ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അസൂയ പാടില്ല, അതേപോലെ അഹങ്കാരം പാടില്ല. അതൊരു രോഗമാണ് അഹങ്കാരം. ഞാൻ എന്നുള്ളൊരു ചിന്ത രണ്ടാം പാടില്ല എന്നുള്ളത്. ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നതാണ് വേണ്ടത്. ഞാൻ എന്നുള്ളൊരു നില ഒരിക്കലും ഉണ്ടാകാൻ വേണ്ട. കാരണം ഒരാൾക്ക് സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയില്ല. കോടികളുടെ ആസ്തിയുള്ള ഒരാളാണ്. എനിക്കിനി ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് അയാൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അയാൾ കോടീശ്വരനായത് 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനങ്ങളിൽ വന്നു പോകുന്നത് കൊണ്ടാണ്. 10 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അത്ര. 1000-കണക്കിന് ആളുകൾ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നിരന്തരം കയറി ഇറങ്ങിയത് കൊണ്ടല്ലേ ഇയാൾ മുതലാളിയായത്. ഇയാൾ എത്ര ആളെയാണ് ആശ്രയിക്കുന്നത്? നോക്കൂ സഹോദരൻ, മരിച്ചാല് ആരാ സ്വയം കുളിക്കുക?
ഇല്ലല്ലോ. കഫം പുടവയിൽ സ്വയം ആണ് പുതച്ച് കിടന്നിട്ട് ഇനി വിട്ടോളൂ, പള്ളിക്കാട്ടിലേക്കില്ലല്ലോ. അല്ലെങ്കിൽ ഞാനാണ് വന്നോളം നിങ്ങൾ നടന്നോളി, മെഹ്റാബിന്റെ അരികെ വന്ന് കിടക്കുകയാണോ? പിന്നെ അല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര വലിയവനാണെങ്കിലും എല്ലാവരും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. പിന്നെങ്ങനെയാണ് അഹങ്കാരം ഉണ്ടാകുന്നത്? എല്ലാവരും ടോയ്ലറ്റിൽ പോകുന്ന ആളുകളാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ അഹങ്കരിക്കാൻ പിന്നെ എന്തുണ്ട്? എത്ര പോരായ്മകൾ, എത്ര കുറവുകൾ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് അഹങ്കാരം വരില്ല. ചിലർക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും, അത് മനസ്സ് മോശമാണെന്നാണ്. അതുകൊണ്ട് അവരെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല, അത് നീക്കണം എന്നിട്ട് ഇബാദത്ത്. ഇപ്പൊ ചിലരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറയാനൊരു മടിയായിരിക്കും. അതായത് ഞാനിപ്പോ അയാളെ സലാം അടക്കാൻ മാത്രമൊന്നും അല്ല എന്നുള്ള ഒരു മനസ്സിൽ വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ സലാം പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കൈകൊണ്ട് ഇങ്ങനെ ആട്ടിയിട്ടാണ് പോകും. മുഖത്തേക്ക് നോക്കാതെ, മുഖത്തേക്ക് നോക്കാതെ കൈകൊണ്ട് ഇങ്ങനെ ആട്ടി പോകും. അതിന്റെ അർത്ഥം എന്താ? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, നീ സലാം ഏറിയാ നിൽക്കണ്ട, ഞാനതിനൊന്നല്ല. ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല സഹോദരൻ. ശ്രദ്ധിച്ചില്ലേ? സ്വത്ത് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞ ചില ആളുകൾ മസല പിടിക്കണ്ട, മനസ്സ് ക്ലിയറല്ലേ? ജമാഅത്തിന് വന്നിട്ട് എന്താ കാര്യം? 27 പദവി ഏറെ കിട്ടുന്നൊരു സംവിധാനമാണ്, ഭയങ്കര ലാഭമാണ്. പക്ഷെ സ്വത്ത് ശരിയാക്കണം. എന്നാ സ്വത്ത് ശരിയാക്കാൻ പറഞ്ഞാല് കേൾക്കൂല, ബല്ലം പിടിച്ചു. എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഹറമിലൊക്കെ ഇപ്പൊ അതിലേറെ നീറ്റായിട്ട് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തിരുദൂതർ നിങ്ങളുടെ സഹോദരങ്ങളുടെ കൈകൾക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം നിസ്കരിക്കാൻ സ്വപ്ന നബി ഒരാളെ പറഞ്ഞു. ചില സ്വഹാബിമാരിങ്ങനെ ഒന്ന് കയറി ചെറിയ തള്ളു കൊടുത്തിട്ട് നല്ല ലെവലാക്കി. അപ്പൊ അവിടെ നിൽക്കുന്നതാണ്. പറ്റ മോശപ്പെട്ട ഒരാൾ നന്നായി പിന്നെ പള്ളിയിൽ വന്നിട്ട് വളരെ ആത്മാർത്ഥമായി ഒരാളോട് സ്വത്ത് ശരിയാക്കാൻ പറഞ്ഞാൽ അങ്ങനെ നോക്കും. തന്നെ നന്നായത്. അതിന്റെ അർത്ഥം ജിന്റെ സ്വത്ത് ശരിയാക്കാൻ ഞാൻ കുറെ കാലമായി വരാൻ തുടങ്ങിയിട്ട് ജിപ്പ് മിന്നാന്ന് വന്നതാണ് എന്നുള്ള ആ രൂപത്തിൽ നന്നായിട്ട് ഓനൊന്ന് നോക്കും. ഇത് ശരിയാക്കൂല. അത് നിസ്കാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കും. ശരിയാക്കുമാണത്. പക്ഷെ ഓൻ പറഞ്ഞിട്ടാകരുത്. ഇത് മനസ്സിലാക്കേണ്ട സ്വഭാവം, അതായത് ശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ട് സഹോദരൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നത് സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ആത്മസംസ്കരണം വേണം, അത് ശുദ്ധിയാക്കണം നമ്മൾ. പക്ഷെ എങ്ങനെ ശുദ്ധിയാക്കും? വസ്ത്രത്തിലാണെങ്കിൽ നമ്മൾ നല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ വസ്ത്രത്തിൽ അഴുക്ക് പോകും. ഇനി ചില കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പഴയ കാലത്തെ പോലല്ല. പണ്ടൊക്കെ നമ്മൾ ഒരു പറങ്കി പിന്നെ പടം നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ തുണിയിലൊക്കെ കറയാൽ അതങ്ങനെ കിടക്കും കാലാകാലം. ഇപ്പൊ അങ്ങനെയല്ല, അതൊക്കെ കളയാനുള്ള മാർഗങ്ങളുണ്ട്. ശരീരത്തിൽ അഴുക്കായാലും അത് പെട്ടെന്ന് കളയാൻ മാർഗങ്ങളുണ്ട്. ശാരീരികമായ രോഗങ്ങളാണെങ്കിൽ അത് സംബന്ധമായി വിശുദ്ധരന്മാരെ ഡോക്ടർമാരെ സമീപിച്ചാൽ മതി. അതേസമയം സഹോദരാത്മാവിനെ നന്നാക്കാൻ നമ്മൾ ആരെ സമീപിക്കും? മലീമസമായ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ അതിന് 5 മരുന്നാണുള്ളത്. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ ഓതുക, രണ്ടാമത്തെ രാത്രി നിസ്കാരം നിർവഹിക്കുക, മൂന്നാമത്തേത് അത്താഴത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുക, നാലാമത്തത് സദ്വൃത്തരായ ആളുകളോട് കൂട്ടുകൂടുക, അഞ്ചാമത്തത് ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, ഓവറാക്കാതിരിക്കാം. ഖുർആൻ നല്ലോണം ഓതുന്ന ആളുകൾ അവർക്ക് ആത്മസംസ്കരണം ഉണ്ട്. ഖുർആൻ നല്ല ഓതുക എന്നുള്ളതാണ്. അസൂയ അഹങ്കാരമൊക്കെ പോകാനുള്ള ഒരു വഴി എന്താണ്? ഓതുമ്പോൾ ഓതണം കേട്ടോ. അല്ലെങ്കിൽ ഓതുമ്പോഴും ഇങ്ങനെ ചിന്തിക്കും, തബാറക്കാരെ ഓതുന്നത്. അപ്പോഴും ചിന്ത എന്താ? എന്തിനാ പിന്നെ മേലേക്ക് 2 റൂം അപ്പുറത്തെടുക്കുന്നുണ്ട്? അയൽവാസിയായ സഹോദരൻ അവന്റെ വീടിന്റെ മുകളിലേക്ക് 2 റൂം കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഭയങ്കര അസ്വസ്ഥ ഉണ്ട്. ഓതുമ്പോൾ തന്നെയാണ് വേണ്ടത്. ഓത്ത് ശരിയാണില്ല, ശരിയാണ്, ഇനി നിബന്ധന ഒത്തുന്നില്ല. മനസ്സിലാതാണ്.
30 ആയത്ത് തബാറക്കിന പൂർത്തിയാകുമ്പോഴത്തിന് ഓണോ അലക്കട്ടെന്നാലെന്നാ മനസ്സിലായി പോയി. അപ്പോ ഓർമ്മ ഓണം, അല്ലെങ്കിൽ പല ആളുകളുടെയും ഓർത്ത് അവരെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിമിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിനോട് ബന്ധപ്പെടുമ്പോൾ അസൂയ പോകുന്നു, ബന്ധപ്പെടും പോലെ ബന്ധപ്പെടും. അതുപോലെ സഹോദരൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് സുബഹിയുടെ മുമ്പ് ഒരു ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കാം. അതാണ് രണ്ടാമത്തെ. ശരിയാക്കോ? അസുഖമൊക്കെ മാറും, ആന്തരികമായ അസുഖങ്ങളൊക്കെ. മറ്റൊന്ന് അത്താഴത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥന. അത്താഴ സമയത്തുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ടൈമാണ്. അത്താഴ സമയത്തുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ ആ സമയത്ത് എഴുന്നേൽക്കാനും മറ്റൊക്കെ മടിയുള്ളൊരു ടൈമാണ്. സുബഹിയുടെ തൊട്ട് മുമ്പ് രാത്രി കിടക്കുന്ന സമയത്ത് ഏത് രൂപത്തിൽ കിടന്നിട്ടും ഉറക്ക് വരാത്ത ഒരാള് സുബഹിയുടെ തൊട്ട് മുമ്പ് ഉണരുമ്പോൾ ഏത് രൂപത്തിൽ കിടന്നാലും ഉറക്ക് വരും എന്നുള്ളതാണ്. ഭയങ്കര സുഖമായിരിക്കും ആ സമയം. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഈമാന് വേണം. അതേപോലെ തന്നെ ആ സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഈമാന് വേണം. അപ്പൊ ഖുർആൻ ഓതലും തഹജ്ജുദ് നിസ്കരിക്കലും, മൂന്നാമത്തത് അത്താഴത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥന. ഇതൊക്കെ ഒരേ സമയത്താണ് കൂടെ. അത്താഴത്തിന്റെ ഏറ്റവും നല്ല ടൈം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 50 ആയത്ത് ഓതാനുള്ള സമയമാണ്. കുറഞ്ഞ ടൈം മതി, 10-20 മിനിറ്റ് ഉണ്ടായാലും പ്രാർത്ഥന. അപ്പൊ 5 മണിക്ക് സുബഹി ബാങ്ക് ആണെങ്കിൽ ഒരു 4:45 ടൈമുള്ള പ്രാർത്ഥന ഉണ്ട്. 4:45 പ്രാർത്ഥന വേഗം ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പൊ നമുക്കൊരു 4:30 എഴുന്നേറ്റാൽ 2 റക്അത്ത് നിസ്കരിക്കാം, ദ്വാരക്കാം, കുറച്ച് ഖുർആൻ ഓതാം. ആത്മസംസ്കരണത്തിന് വേണ്ട 3 കാര്യങ്ങളും ആ സമയത്ത് നേടാം. മറ്റൊന്ന് ഭക്ഷണത്തിലെ കുറവ് വരുത്തണം. ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നല്ല. എങ്ങനെ? രാത്രി ചപ്പാത്തിയാക്കുക അങ്ങനെയല്ല. ഏത് തിന്നാണെങ്കിലും അള്ളാഹു അനവദനീയമാക്കിയത് കഴിക്കുമ്പോൾ ഓവറാക്കാതിരിക്കാം. നമ്മളിപ്പോ എവിടെങ്കിലും ചെന്നാല് ആതിഥേയർ നമ്മളങ്ങനെ നിർബന്ധിപ്പിക്കും, കഴിക്കേ, എങ്ങനെ കഴിക്കാതിരിക്കുക, അങ്ങനെ പറയുമ്പോൾ ഒന്ന് കരുതിയിട്ട് ഓവറാക്കുക ഒരു പാകത്തിൽ. നാൽക്കാലികൾക്ക് നേരെ എതിരാ നമ്മൾ. നാൽക്കാലികൾ വയറ് നിറഞ്ഞ ഒരു അലമ്പുണ്ടാവില്ല. നമ്മളങ്ങനെയല്ല, പള്ളറിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അലമ്പുണ്ടാക്കുക. നാൽക്കാലികളെ പോലെ നേരെ എതിരാ. നാൽക്കാലികൾക്ക് തിന്നാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവര് കടിച്ചു കയറുക. നമ്മളൊന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ കടന്നുള്ളവർക്ക് ഒരു മൂലയിൽ പള്ളറിഞ്ഞ പ്രശ്നം. അപ്പൊ ഓവറായിട്ട് കഴിക്കാതിരിക്കാനല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഈ ഏരിയയിലൊക്കെ എത്ര ഹോട്ടലുകളാണല്ലേ. മലപ്പുറം ഒരു ആശുപത്രികളുടെ നാട് എന്ന് പറയുന്നത് പോലെ ഹോട്ടലുകളുടെയും ഒരു നാടാണ്. എല്ലായിടത്തും ഓരോ സ്റ്റോപ്പിലും കുഴിമന്തിയാണ്. എവിടെയും അതിന്റെ ബോർഡ് കാണാം. എവിടെ നോക്കിയാൽ വലിയ വലിയ ഫ്ലക്സുകൾ എല്ലായിടത്തും. ഭയങ്കര ടൈമാണ്. എത്ര ചില ആളുകൾ കഴിക്കുന്നത്. നമ്മളിപ്പോ അളവ് തീരുമാനിക്കാൻ കഴിയില്ല. ചില ആളുകൾ ഭയങ്കര തടിയേക്കാരം. നമ്മളിരുന്ന് പേരും തിന്നലൊന്നും ഇല്ല, വളരെ കുറവായിരിക്കും. തടിയുള്ളവരൊക്കെ കുറച്ച് തിന്നുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരാളെ നോക്കിയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും അധികമാക്കാതിരുന്നാൽ വളരെ റാഹത്തായിരിക്കും. എല്ലാ നിലക്കും റാഹത്തതാണ്. ആത്മസംസ്കരണത്തിന് വേണ്ട ഒന്നും അതാണ്. 5ാമത്തെ ഘടകം സദവൃത്തരായ ആളുകളോട് കൂട്ടുകൂടുക. നല്ല ആളുകളോട് കൂട്ടുകൂടുക. നല്ല ആളുകളോട് കൂട്ടുകൂടിയാൽ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവും. അസ്ഹാബുൽ കഹ്ഫിനോട് കൂട്ടുകൂടിയ കാരണത്താലാണ് നായ സ്വർഗത്തിലാകുന്നത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ആ 7 ചെറുപ്പക്കാരോട് കൂട്ടുകൂടി ആ നായയെ അല്ലാഹു ഖുർആനിൽ എടുത്തുദ്ധരിച്ചു. ആ നായ സ്വർഗത്തിലാണ്. അപ്പോ ഈമാനുള്ള നമ്മൾ സത്യവിശ്വാസികൾ നല്ല ആളുകളെ പിന്തുടർന്നാൽ
അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖദ് അഫ്ലഹ മൻ തസക്ക, സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചു. പിന്നീട് അല്ലാഹു പറയുന്നത് റബ്ബിന്റെ നാമം സ്മരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. റബ്ബിന്റെ നാമം സ്മരിച്ചവൻ വിജയിച്ചു. അതായത് അല്ലാഹുവിനുള്ള സ്മരണ അത് എപ്പോഴും ഒരാളിൽ വേണ്ടതാണ്. والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا كريما. അല്ലാഹു പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവെ ധാരാളം സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ, അവർക്ക് അല്ലാഹു പാപമോചനത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതോടുകൂടെ വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു മഹത്തായ കൂലിയും അതുപോലെ മഗ്ഫിറത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? അല്ലാഹുവെ ധാരാളം സ്മരിക്കുന്ന ആളുകൾക്ക്. അല്ലാഹുവിനെ എപ്പോഴും സ്മരിക്കണം, അല്ലാഹുവെ എപ്പോഴും സ്മരിക്കണം. അങ്ങനെ ഒരു ചിന്ത, ദിക്ർ എപ്പോഴും ഉണ്ടാകണം. അതും ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായിട്ട് പറയുന്നു. ദിക്ർ ചൊല്ലുന്ന ആളുകളെ പറ്റി, അല്ലാഹുവെ സ്മരിക്കുന്ന ആളുകളെ പറ്റി ഒരായത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇംറാനിലെ 191-ാമത്തെ ഈ വചനം അല്ലാഹു ഇതിലൂടെ പറയുന്നത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, സ്മരിക്കുന്നവർ. മാത്രമല്ല വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരാരോ. മാത്രമല്ല അവർ പറയുകയും ചെയ്യുന്നുണ്ട്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, റബ്ബേ ഇതൊന്നും നീ നിരർത്ഥകമായി വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് ഫഖ്നാ അദാബൻ നാർ, നരകാഗ്നിയിൽ നിന്ന് എന്നെ കാക്കണമേ, ഞങ്ങളെ കാക്കണമേ. ഇത് ആ മുഅ്മിനീങ്ങളായ ആളുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ പറ്റി അള്ളാഹു പറയാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഒരാള് അള്ളാഹുവിനെ ഇങ്ങനെ ദിക്ർ ചെയ്ത് അള്ളാഹുവിനെ ഓർത്തു, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചതുപോലെയാണ്. ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. അപ്പൊ എന്തായിരുന്നാലും അള്ളാഹു പറയുന്നത്, റബ്ബിന്റെ നാമം സ്മരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ദിക്ർ വേണം, എപ്പോഴും ദിക്ർ വേണം, മനസ്സിൽ വേണം. അത് നാവ് കൊണ്ട് മെല്ലെ അവനാന്റെ ശരീരം കേൾക്കുന്ന രൂപത്തിലാണെങ്കിൽ വളരെ നല്ലതാണ്. എപ്പോഴും വേണം മനുഷ്യനെ ദിക്ർ. ദിക്റുകൾ ഒരുപാടുണ്ട്, എല്ലാം ദിക്റാക്കി മാറ്റണം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ പ്രവാചകന്മാരും കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റാണ് അതിശ്രേഷ്ഠമായ ദിക്ർ. അത് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. അതുകൊണ്ടാണ് ഫഹദ് രാജാവ് മരിച്ചപ്പോ ലോകത്തെ അധികം മിക്ക രാജ്യങ്ങളിലും ദുഃഖാചരണം നടന്നു. സൗദി അറേബ്യയിൽ മാത്രം നടന്നില്ല. ഇന്ത്യയിൽ നമ്മുടെ പതാക താഴ്ത്തിക്കെട്ടി ഫഹദ് രാജാവിനോടുള്ള ആ ആദര സൂചകമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക താഴ്ത്തിക്കെട്ടി. പക്ഷെ സൗദി അറേബ്യയിൽ അവരുടെ ആസ്ഥാനത്ത് പതാക താഴ്ത്തിക്കെട്ടാൻ അവർ തയ്യാറായില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ മറുപടി കൊടുത്തത്, സൗദിയുടെ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും
ആ പതാക താഴ്ത്തിക്കെട്ടുമ്പോ ഒരാളുടെ മരണത്തിന് വേണ്ടി മരണത്തിന്റെ പേരിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉല്ലേഖനം ചെയ്തതിനെ താഴ്ത്തുക എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. വളരെ ശരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചില്ലറ സംഗതിയല്ല. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്നല്ല പറയുന്നത്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. നിഷേധാർത്ഥത്തിൽ പറയാം. കുറച്ച് ഗൗരവമുണ്ട് ഇതിന്റെ ആശയത്തിൽ. അതാണ് നമ്മുടെ മുദ്രാവാക്യം. മൊത്തത്തിൽ കടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിൽ ചെറിയൊരു പകർച്ച വന്നു. നമ്മൾ ഏതാനും ആയിരങ്ങൾ, ശത്രുക്കളോ ലക്ഷങ്ങൾ, അവരാകട്ടെ സർവ്വായുധ വിഭൂഷിതർ. നമുക്ക് തിരിച്ചു പോയിട്ട് നല്ലൊരു സംഘവുമായിട്ട് രണ്ടാമത് തിരിച്ചു വരാമെന്ന് ചിലർ പറഞ്ഞപ്പോ നമ്മുടെ കൂട്ടത്തിലെ പ്രഭാഷകനായ ആ യുദ്ധത്തിൽ മൂന്നാമതായി ഷഹീദാകുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പ്രവചനം നടത്തിയ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹുവിനെ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ, നമ്മുടെ വിജയം അത് അംഗങ്ങൾ കൂടുതലുണ്ടായത് കൊണ്ടല്ല, ആയുധം കൂടുതൽ ഉണ്ടായതുകൊണ്ടല്ല. നമ്മുടെ വിജയം നമ്മുടെ ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലുള്ള വിശ്വാസം, അതാണ് ആയുധം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് മൂർച്ചയേറിയ ആയുധം. അതുകൊണ്ട് എല്ലാവരും ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. ഉറച്ചു നിന്നു ആളുകൾ നമ്മൾ വിജയം വരിച്ചു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊണ്ട് അവസാനം നമുക്ക് വിജയം ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് എപ്പോഴും നാവിൽ വേണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്, ആ മരിക്കുന്ന വേളയിൽ അത് ഉച്ചരിക്കാൻ നമുക്ക് കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നമുക്ക് നല്ല ബന്ധമുണ്ടാകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് മരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അതിനാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളതിനോട് ബന്ധപ്പെടുമ്പോൾ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ മരിക്കുമ്പോൾ ചെല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്കറിയാം, ഇപ്പൊ കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എടുത്തിട്ട് ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിയ ദിക്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ പേര് ദാറുൻ നൂർ എന്നാണ്. തൂണില്ലാതെ അത് നിൽക്കുന്നത് അന്തരീക്ഷത്തിലാണെന്ന് ഹദീസിൽ കാണാം. അന്തരീക്ഷത്തിലാണത്. ദാറുൻ നൂർ, പ്രകാശഭവനം, വല്ലാത്ത സൗന്ദര്യമുള്ള വീട്. ആ വീടിന്റെ മുന്നിൽ സ്വർഗാവകാശിയെത്തും. എങ്ങനെ അതിൽ പ്രവേശിക്കാം? വാതിലില്ല, തൂണുമില്ല, അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പാറാൻ കഴിയോ? സ്വർഗത്തിലാണ്. എങ്ങനെ അതിലെത്തുക? ഒറ്റ ദിക്റാ, ബിസ്മില്ലാഹ്. സ്വർഗാവകാശി ബിസ്മില്ല എന്ന് ചൊല്ലുമ്പോ അവൻ അതിന്റെ ഉള്ളിലെത്തും. പക്ഷെ വെറുതെ ബിസ്മില്ല ചൊല്ലൂല, വെറുതെ ചെല്ലണം. പിന്നെ അതിൽ വെച്ച് ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നാളെ അവന് ബിസ്മില്ല ചൊല്ലാൻ കഴിയും എന്നതുപോലെ. അപ്പോ ഒരുപാട് ദിക്റുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലുക എന്നുള്ളത്. ആ ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട 3 നാമങ്ങൾ ഉച്ചരിക്കുന്നുണ്ടെന്നാണ്. റബ്ബിനെ സ്മരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയല്ലേ അള്ളാഹു റഹ്മാൻ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദര, തസ്ബീഹ് ദിക്റാണ്, തഹ്മീദ് ദിക്റാണ്, തക്ബീർ ദിക്റാണ്. ദിക്റാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ദിക്റാണത്. അൽഹംദുലില്ലാഹ് പറഞ്ഞ ദിക്റാണ്. എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, അത് പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചാൽ കേൾക്കുന്ന ബാങ്കും രണ്ടാമത് കൊടുക്കുന്ന ഇഖാമത്തും അത് രണ്ടും അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുട്ടി ഭാവിയിൽ മരിക്കുമ്പോ അവസാനം പറയേണ്ടത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം കേൾക്കുന്ന ബാങ്കും ഇഖാമത്തും അവസാനിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലാകണം ഇവന്റെ അവസാനം. അല്ലാഹു നമുക്കതിനെ ഭാഗ്യം നൽകുമാറാവട്ടെ. ആ ഒരു വലിയ ഭാഗ്യല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലിയിട്ടാണ് കണ്ണടക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവിൽ നിന്ന് വരണം. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല എന്നില്ല. നാവും ഇങ്ങനെ പെടും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായിരുന്നാലും അല്ലാഹു പറയുന്നത് ഖദ് അഫ്ലഹ മൻ തദക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചു, റബ്ബിനെ സ്മരിച്ചവൻ വിജയിച്ചു. പിന്നെ പറയുന്നത് ഫസല്ല, നിസ്കരിച്ചവനും വിജയിച്ചിരിക്കുന്നു. ആ
നിസ്കാരം കൊണ്ട് ഉദ്ദേശം 5 നേരത്തെ നിസ്കാരമാകമാണ്, 5 നേരത്തെ നിസ്കാരമാകാം. അതാണ് നമുക്ക് നിർബന്ധം. നിസ്കാരം ആദ്യം 2 റക്അത്തായിരുന്നു നിർബന്ധം. പിന്നെ മിഅ്റാജിന്റെ യാത്രയിൽ നമുക്ക് അത് 17 റക്അത്താക്കി. അത് 5 നേരങ്ങളിലായി. ഒരു റജബ് മാസത്തിലാണ് സംഭവിച്ചത്. ആ മാസത്തിലാണ് നമ്മൾ പെട്ടത്. നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയ മാസമാണ്. ഫസ്വല്ല എന്ന് അള്ളാഹു പ്രത്യേകം ഇവിടെ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, ഖുർആനിൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ നിസ്കാരത്തെ പറ്റി അള്ളാഹു പറയും. അതെന്ത് കാരണം? അത് പ്രധാനപ്പെട്ടതാണ്. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടണം. അതുകൊണ്ടാണല്ലോ സാധാരണ ഓരോ വിഷയങ്ങൾ വഹിഞ്ഞു വരില്ല. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. നിസ്കാരം അള്ളാഹു നബിയെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഔദ്യോഗികമായിട്ട് ഏൽപ്പിച്ചു. അതാണ് നിസ്കാരത്തിന്റെ പ്രത്യേകത. അള്ളാഹു നേരിട്ട് ഏൽപ്പിച്ച സംഗതി 50 ആയിരുന്നു. പക്ഷെ അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇടപെടൽ 5 ആക്കി മാറ്റി. خمسين نحو الخمس حتى كتبا إذ جاء يكلم ربه تكليما صلوا عليه وسلموا تسليما. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ 50 5 ലഘൂകരിക്കാൻ 9 തവണ അള്ളാഹുവിന്റെ തിരുദൂതർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 9 തവണ. അങ്ങനെ 50 ഉള്ളത് 45 ചുരുക്കി 5 മാറ്റി. ഞാനിതൊരു ക്ലാസ്സിൽ വിശദീകരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, മുത്തുനബി ഒറ്റ വട്ടം കൂടി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലോ ഉസ്താദേ എന്ന് ചോദിച്ചു. എന്നാല് ബാക്കിയുള്ള 5 കൂടി ഒഴിവായി കിട്ടും. സുഖായല്ലോ. ഒന്നെന്ന വിഷയത്തിൽ നമ്മളാരും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. 10 മണിക്ക് നല്ല തുണിഞ്ഞ് ഉച്ചക്കാവൂല, അങ്ങനെ ആരും പറയുന്നില്ല അല്ലെ. ഉച്ചക്ക് നല്ല കഴിച്ചു, ഇനിയിപ്പോ ആവശ്യമില്ല, നല്ല പള്ളർച്ച പോവാണ്. അപ്പൊ ഒരാൾ ആ ഒരു ബ്രോസ്റ്റ് അടിച്ചാലോ, വകുപ്പുണ്ട്, ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാ പോവാ, കുഴപ്പമില്ല. അവനാന്റെ പോക്കറ്റുകൊണ്ട് പൈസ എടുത്ത് ഒരു ബ്രോസ്റ്റ് അടിക്കാൻ പോവുകയാണെങ്കിൽ ഹാഫ് മതി. കോഴി അത്ര നല്ലതല്ല, മസാല എങ്ങനെ വരും. ആരാന്റെ ചെലവിലാണെങ്കിൽ ഒരു 1.5 ബ്രോസ്റ്റ് കുഴപ്പമില്ല, എപ്പോഴും ഇല്ലല്ലോ, കോഴിക്കൊരു കുഴപ്പമുണ്ടാകും. ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും ചുരുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതാണ് കുറെ സുന്നത്തുകൾ പോകുന്നത്, നല്ല കാര്യങ്ങൾ പോകുന്നത്. ഹദ്ദാദിനൊരു കൂട്ടരെതിരെ ചുരുങ്ങി കിട്ടണമെന്നാണ് ആഗ്രഹം. എന്നിട്ട് ഇല്ലാത്തത് കൂട്ടണമെന്നല്ല. ഇപ്പൊ ചില പള്ളികളിലൊക്കെ ഉണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം 10 സ്വലാത്ത്, ചിലയിടത്ത് 25 സ്വലാത്ത്. സ്വലാത്തിൽ നല്ലതാണ്, സ്വലാത്തില്ല എന്ന് പറഞ്ഞ് നല്ല കാര്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ സമയത്ത് കൂട്ടിയാല് ആളുകൾ വിചാരിക്കും ഇതൊക്കെ അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് തെറ്റിദ്ധരിക്കും. സ്വലാത്തത്തിനല്ല, ഒരാൾ 100 വട്ടം ചെല്ലേ, ഓന്റെ സൗകര്യം പോലെ ചൊല്ലിക്കോട്ടെ. ഐച്ഛികമായൊരു കാര്യം പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധാരണ വരും ചിലപ്പോൾ. ആവട്ടെ, എന്തായാലും നല്ല നോക്കൂ, നന്മ ചുരുങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരം, അത് യാതൊരു ഇളവുമില്ല. അപ്പൊ അള്ളാഹു പറയാണ് ഏറ്റവും വേണ്ട ഒന്ന് ആദ്യം പറഞ്ഞു, ആത്മസംസ്കരണം, അള്ളാഹുവിലുള്ള സ്മരണ. മൂന്നാമത് പറയുന്ന നിസ്കാരം, സംസ്കരണം, സ്മരണ, നിസ്കാരം. അതിൽ നിസ്കാരം എന്ന് പറയുമ്പോൾ പ്രധാനമായും 5 നേരത്തെ നിസ്കാരം. അതിൽ ഇളവില്ലല്ലോ, വേറുള്ളവരെ അമല് പോലെയല്ല കേട്ടോ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ആർക്കും ഒഴിവല്ല. നമുക്ക് ചെറിയൊരു പനി ഉണ്ടായാല് നിസ്കാരത്തിന് അവധിയാണ്. 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ഡോക്ടർ പറഞ്ഞവനോട് റെസ്റ്റ് വേണം. എന്നാലും പന്ത് കളി കാണാൻ പോകും പാടത്ത്. പന്ത് കളി കഴിഞ്ഞ് പോരുമ്പോ എല്ലാരും പള്ളിയൊക്കെ തിരിയുമ്പോ എടാ നിസ്കരിച്ചിട്ട് പോയാൽ പോരാ, എത്ര ഡോക്ടർ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞാണ്. അപ്പൊ അതുവരെ അവിടെ കവുങ്ങ് പൊളിച്ച് അതിന്റെ പുറത്ത് ഇരുന്നുകൊണ്ട് വാട്ടം പിടിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, നിസ്കരിക്കാൻ വേണ്ടി. വലിയ മുറിവോ മറ്റോ വന്നിട്ട് തയമ്മം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അതൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ്, നിസ്കരിക്കൂല. എത്ര സിമ്പിളാണത്.
പക്ഷെ എന്തുകൊണ്ടോ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. നിസ്കാരത്തിന് ഒഴിവില്ലട്ടോ, നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം, അതിന് കയ്യിൽ കിടക്കണം. സഹോദര, ഒരാളെ വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കാൻ ഒരാൾ നല്ല ഓർമ്മയുണ്ട്, പക്ഷെ ഒരു മിടിപ്പ് മാത്രമേ ഉള്ളൂ, അനങ്ങൂല, കണ്ണിന്റെ പോള പോലും ചലിപ്പിക്കാൻ കഴിയില്ല, ചുണ്ടി ചലിപ്പിക്കാൻ ഒന്നും കഴിയില്ല. ജീവനുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞ രൂപത്തിൽ കിടക്കാം. ആൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ നമ്മളെടുത്ത് കൊടുക്കണം. ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യം മനസ്സിലിങ്ങനെ കരുതാൻ പറയണം. കണ്ണിന്റെ പോള അനക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ കരുതുക, റുക്കൂവിന്റെ സമയത്ത് കണ്ണിന്റെ പോള ഒരല്പം അടിയിക്കുക, സമയല്ലാഹു ലിമൻ ഹമിദാന്ന് കരുതിയിട്ട് കുറച്ച് മേലൊക്കെ കണ്ണിന്റെ പോള ഒന്നും കൂടി താഴോട്ട് കൊണ്ടുവരണം സുജൂദിന് വേണ്ടി മനസ്സിൽ കരുതുക. കാര്യങ്ങൾ അങ്ങനെ മനസ്സിൽ കരുതുക. അതിനും കഴിയൂലെങ്കിൽ ഫാത്തിഹ മനസ്സിൽ കരുതുക. ചുണ്ടനിപ്പിക്കാൻ അനക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല, നിസ്കരിക്കേണ്ടത് നമുക്ക് തോന്നൂല, എന്നാലും മനസ്സിൽ കരുതുക. ബുദ്ധിയുണ്ടല്ലോ. അത്രമാത്രം പ്രധാനപ്പെട്ട സംഗതിയാണ്. എത്ര പുതിയാപ്ലാർ നിന്ന് അന്ന് ലോഹറുണ്ടാവില്ല. കല്യാണത്തിന് തന്നെ ലോഹറില്ലാത്ത എത്ര പേരുണ്ട്. പുതിയതിന്റെ കാര്യം പറയണ്ട, രാവിലെ തന്നെ മേക്കപ്പ് ചെയ്താണ് റെഡിയായി നിന്നാ പിന്നെ ഒളിർത്താ ഒക്കെ പോകൂലേ, നോക്കാൻ പാടില്ല. ബാക്കിയൊക്കെ നടക്കും. നിസ്കാരം മാത്രം ഉണ്ടാവില്ല. മരിച്ചെടുത്ത് സജീവ ഇകാണ്ട് നിസ്കാരം ഒഴിവാക്കേണ്ടവരുണ്ട്, ബോധം വന്നിട്ടില്ല. പറയാൻ പോകാൻ അത്ര വലിയ പ്രശ്നമില്ല. പഴയ കാലത്ത് കട്ടില കൊണ്ടുവരാൻ അവിടെ ഒഴിവിട്ടുണ്ട്. ഇന്നലെ മരിച്ച അനക്കറിയില്ല, എനിക്ക് അവിടെ തീരെ സമയമില്ലായിരുന്നു. ബാക്കിയൊക്കെ നടക്കും. പണ്ടൊക്കെ നമ്മൾ യാത്ര പോകാണെങ്കിൽ ആണുങ്ങൾ പള്ളിയിൽ പോകും, സ്ത്രീകൾ തൊട്ടടുത്ത് പള്ളിന്റെ ഉള്ള വീട്ടിലൊക്കെ പറഞ്ഞേക്കും. പിന്നെ സുരക്ഷിതത്വം കുറവാണ്. അതുകൊണ്ട് ഇന്ന് ടൗണുകളിലൊക്കെ പള്ളികളോടനുബന്ധിച്ച് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക ആളുകളുണ്ട്. നിസ്കാരം ഒഴിവാക്കാൻ നോക്കില്ല. വളരെയധികം ഗൗരവത്തോടെ നമ്മുടെ വീടുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ അധിക സ്ഥാപനങ്ങളുടെ അരികിലും പള്ളി ഉണ്ടാവും. കുട്ടികൾ നിസ്കരിക്കാൻ പോകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. എത്ര പെൺകുട്ടികൾ നിസ്കാരക്കുപ്പായിട്ടും പോകുന്നുണ്ട്. കോളേജിലേക്ക് പോകുന്നവരുണ്ട്, നിസ്കാരക്കുപ്പായം പരത്തി മടക്കിയിട്ട് അറിയാതെ പുസ്തകത്തിന്റെ അടിയിൽ. അധികം ആളുകൾക്കും അതിന് മടിയാവും. ആരാധക അന്വേഷിക്കരുത്. നമ്മൾ പ്രോഗ്രസ് നോക്കൽ ഇത്തരം വിഷയങ്ങളല്ല, ഭൗതിക വിഷയങ്ങൾ മാത്രമാണ്. പരലോകത്തേക്ക് വളരെ നിർബന്ധമായ ഈ കാര്യം അതിലൊരു ഇളവും പാടില്ല എന്നാണ്. സഹോദര, നിസ്കരിക്കാത്തവർക്ക് ബർസഖിയായ ലോകത്ത് ഖബർ ജീവിതത്തിന് പാമ്പിനെ അല്ലാഹു നൽകിയിട്ട് ശിക്ഷിക്കുമെന്ന് ഹദീസിലുണ്ട്. പാമ്പ് നാളെ മഹ്ശറിൽ വരുമ്പോൾ ഒരു പന്നിയുടെ കോലത്തിലായിരിക്കും നിസ്കരിക്കാത്തവൻ വരുന്നത്. അത് ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു ഒരാൾക്ക് കാണിച്ചു കൊടുത്തുന്നാണ്. ഒരാൾ വന്ന് നബിയോട് പറഞ്ഞില്ലേ, വാപ്പ മരിച്ചിട്ടുണ്ട്, മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വിട്ടു നബി തന്നെ. മയ്യത്ത് കുളിപ്പിക്കാൻ പോയ അവര് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ, മയ്യത്ത് ഞങ്ങൾ കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അതൊരു പന്നിയുടെ കോലമായി മറിഞ്ഞിട്ടുണ്ട്. റസൂൽ വന്ന് പോവാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോ ആളുകളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്, കൂടി നിൽക്കുകയാണ്. മയ്യത്ത് പന്നിയുടെ രൂപമായി മാറിയിട്ടുണ്ട്. വീട്ടുകാർക്ക് വല്ലാത്ത വിഷമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്ത് കണ്ടിട്ട് ജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിച്ച ഒരാളുടെ അവസ്ഥ കണ്ടോളി നിങ്ങൾ. നാളെ മഹ്ശറിൽ ഈ രൂപത്തിലാണ് വരിക. എന്നിട്ട് നബി തങ്ങൾ ദുആയിരുന്നു, മയ്യത്തൊന്ന് കുളിപ്പിക്കണമല്ലോ, ഈ കോലൊന്ന് ശരിയായ രൂപത്തിലാകാൻ. അങ്ങനെ ശരിയായ രൂപത്തിലാവുകയും മയ്യത്ത് കുളിപ്പിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തതിന്റെ ശേഷം ഖബറിലേക്ക് വെക്കുമ്പോൾ വീണ്ടും കോലം വളരും. അപ്പൊ ഖബറിലെ സഹോദര, പാമ്പ് വരുന്നതും മഹ്ശറിലേക്ക് നിസ്കരിക്കാത്തവൻ വരുമ്പോൾ പന്നിയായി വരുന്നതും ഓർക്കണം. ഗൾഫിലുള്ള സഹോദരങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോ എന്താ കുട്ടികളെ വർത്താനം, തടി നന്നായിട്ടുണ്ടോ ഇതൊക്കെ ചോദിക്കും. ഭാര്യനോട് പറയണം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ, സുബഹി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ സമ്മതിക്കരുത് എന്ന് വിദേശത്തുള്ള ആളുകൾ പ്രത്യേകം ബോധ്യപ്പെടുത്തണം. സഹോദര, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. അതിന്റെ വിഷയത്തിൽ അത് ഒരു നിസ്കാരം പോലും ഖളാ ആകൂലാന്ന് നമ്മൾ ഉറപ്പിക്കണം. ഖളാകരുത്. അവിടെയല്ലേ നമുക്ക് വിജയം വേണ്ടേ. സുബൈക്ക് നമ്മൾ അലാരം വെച്ച് കടന്നു, അങ്ങനെ അലാരം ശബ്ദിച്ചു, നമ്മൾ എഴുന്നേറ്റു. ഇബ്ലീസ് പറയും കുറച്ചേരം കൂടി കടന്നു. ആ കടക്കത്തിൽ നമ്മുടെ സുബൈക്ക് പോകും. 8 മണിക്കൊക്കെ റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരെ കാണാം. എത്രയേറെ പത്തര. ഒരു മാപ്പിളയാകുമ്പോഴാണ് നമുക്ക് അതിൽ സങ്കടം.
അത് ചിലർക്ക് ഉളുപ്പുണ്ടെങ്കിലല്ലേ, മാനുണ്ടെങ്കിലല്ലേ പൊളിഞ്ഞാടേണ്ട വേല. ആളുകൾ ജുമയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങി വരുമ്പോ ചില ആൾക്കാരുണ്ടാവും കുളിക്കണോ, എഴുന്നേൽക്കാണ് പോത്ത്. ജുമണക്ക് പോകാതെ പെരി കടന്നുറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കുളിക്കുക. ഇപ്പൊ എഴുന്നേൽക്കണല്ലോ, ഓനും വെള്ളിയാഴ്ച ഒരു ബന്ധമില്ല. എന്റെ മക്കൾ ചിലപ്പോ പോത്തിറച്ചി കൊടുത്തിട്ടുണ്ടാവും, അതിന് പൈസ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആകെ വെള്ളിയാഴ്ചയോട് ഓനോട് ബന്ധപ്പെട്ടതാണ് ബീഫ്. അൽക്കൂഫല്ല വെള്ളിയാഴ്ച. എന്തായിരുന്നാലും സഹോദര, 5 നേരത്തെ നിസ്കാരം അതിൽ അതൊരു ഇളവുമില്ല. 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കിയ ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ വളരെയധികം മാരകമാണ്. 5 നേരത്തെ നിസ്കാരം നോക്കൂ, അത് ഒഴിവാക്കിയ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒരു അന്യ ആണും ഒരു പെണ്ണും തമ്മിൽ ഒരു ഫലിതം പറഞ്ഞാൽ ആ ഫലിതത്തിലെ ആ തമാശയിലെ ഒരു വാക്കിന് 1000 വർഷത്തെ ശിക്ഷ അള്ളാഹു കൊടുക്കണം എന്നതുപോലെ 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കിയാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യം തോന്നും. അത്ര ഭീകരമായ ശിക്ഷ ഒരു ദിവസത്തിൽ. 50,000 വർഷത്തിന്റെ നീളം തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു ദിവസം. അപ്പൊ 5 നേരത്തെ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ 50 വക്ത് ഒഴിവാക്കും പോലെയാണ്. ഒരു വക്തിന് 1000 വർഷത്തിന്റെ നീളാണ്. അപ്പൊ 5 നേരം നിസ്കാരം ഒഴിവാക്കിയാൽ നാളെ മഹ്ശറയിൽ വരുമ്പോ അതിന്റെ പേരിൽ അവനിക്ക് ലഭിക്കുന്ന ശിക്ഷ കാരണം അവനിക്ക് തോന്നും ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ നീളമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതേപോലെ തന്നെയാണ് അന്യാണും പെണ്ണും തമാശ. ഇപ്പൊ ഉദാഹരണത്തിന് എത്ര ആൾക്കാർ അവനറിയില്ല, ഭാര്യയും ഭർത്താവും കൂടി പോവാണ്. അപ്പോ ഈ സുഹൃത്തിന്റെ മറ്റൊരു സുഹൃത്ത് ഓന്റെ ഭാര്യനായിട്ട് ഇങ്ങോട്ട് വരാം. ഇനി ഇവരുത്തമുണ്ടാവും ഒരു വർത്താനം. പെണ്ണിനറിയാം അത് എന്റെ ഭർത്താവിന്റെ സുഹൃത്താണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ തമാശ പറയുന്നതാണ്. അപ്പൊ ചിലപ്പോ ഇവന്റെ ഭാര്യ പറയും, ഭർത്താവിന്റെ സുഹൃത്തിനോടാണ്ട് പറയും, ഓ തടി വല്ലാതെ കൂടിയല്ലോ. അപ്പൊ അയാള് പറയും, എന്റെ പുതിയാപ്പളിന്റെ അത്ര തടിയൊന്നുമില്ല, ഓ തടി വല്ലാതെ കൂടിയല്ലോ. 4000 വർഷത്തിന്റെ ശിക്ഷ അപ്പം പറഞ്ഞവൾക്ക് അതിന്റെ പേരിലുണ്ട്. വല്ല ലക്കുലകാനുണ്ടോ സഹോദര ഇതിനൊക്കെ? ഒരു വനിതാ ക്ലാസ്സിൽ എനിക്കൊരു ചോദ്യം വന്നു. എന്താ ചോദ്യം എന്നറിയോ? ഭർത്താവിന്റെ സുഹൃത്തുക്കളോട് കൂശൽ അന്വേഷണം നടത്തുന്നതിൽ ഇസ്ലാമിന് തെറ്റുണ്ടോ? ഒരു തെറ്റില്ല, നല്ലോണം പറയാം. ഭർത്താവിന്റെ സുഹൃത്തുക്കളോട് കൂശല അന്വേഷണം നടത്തിയിട്ട് എന്തൊരു പള്ളവേദന അറിയവിടെ പുറത്ത്. ഇതിലൊന്നും ഒരു യാതൊരു ശ്രദ്ധയില്ല, ഒരു ശ്രദ്ധയില്ല സഹോദര. ഇതിന്റെയൊക്കെ കുറ്റം. സുഗന്ധം ഉപയോഗിച്ച് ഒരു പെണ്ണ് അന്യ ആണുങ്ങളുടെ ഇടയിലൂടെ പോകുന്നത് സിനക്ക് പകരമാണെന്നാണ് ഹദീസിലുള്ളത്. വ്യഭിചാരത്തിന് തുല്യമാണ്. ചിന്തിക്കുന്നുണ്ടോ? ആളുകൾക്കൊരു പ്രശ്നമില്ല, തോന്നിപ്പോകാൻ റബ്ബേ എങ്ങനെയാണ് ഇനി ഇവിടെ നിന്നുള്ള കാലം ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാന്ന്. അതായത് കല്യാണം എന്ന് പറയുമ്പോഴേക്കൊന്ന് പേടിയാവും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിലേക്ക് ക്ഷണിച്ചാല് പോകാൻ പേടിയാണ്. ഇത്രക്കും തമ്മാടിത്തരാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കല്യാണം നടത്തുമ്പോ ഓഡിറ്റോറിയത്തിന് കുഴപ്പമൊന്നുമില്ല. ഓഡിറ്റോറിയത്തിന്റെ ചുമരിപ്പത്തിന്റെ ചുമര് പോലെ തന്നെ കുറെ കല്ലും സിമെന്റും പെയിന്റൊക്കെ കൂടിയതാ, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പൺ സ്റ്റേജിൽ സഹോദര എന്തൊക്കെയാണ് നടക്കുന്നത്? കല്യാണം നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബർക്കത്ത് പോകും. ബർക്കത്തുണ്ടാവില്ല. ഉസ്താദ് ദ്വാരത്തിട്ട് കാര്യമില്ല, നെക്സ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പെരും ദ്വാരക്കും. പുതിയാപ്പിള പോകുമ്പോ കരിമരുന്നിന്റെ അകമ്പടിയോടുകൂടെ വരുന്നുണ്ട് കേട്ടോ, പുതിയാപ്പിള അവിടെ എത്തിയിട്ടുണ്ട്, എന്റെ വിളിച്ചോല് ഇല്ലല്ല പൊട്ടുണേക്കുന്നതാണ് വേല പോലെ. അതിനൊക്കെ ഓരോ നാട്ടിലും പെരുമാറാൻ ആൾക്കാർ വേണം. അവിടെയാണ് അടിവാസം കണ്ടത്. വേണ്ടാത്തതും കാട്ടി പുതിയാപ്പിള വരണില്ല, അടിപ്പിക്കാൻ സമയത്ത് അടിച്ചിട്ട് ആ നാട്ടിൽ ആൺകുട്ടികൾ വേണ്ട, അടിച്ചിട്ടാണ് ആക്കുക. ഈ പെണ്ണിന്റെ വാപ്പ ഓർഡർ ചെയ്യണം തച്ചോളിയിടാൻ. അങ്ങനെ 4 സ്ഥലത്ത് അടി നടന്നാൽ ഈ തമ്മാടിത്തര ഈ ഹംക്കാള് നിർത്തും. അത് നിർത്തൂല. ആ മുസ്ലിം സഹോദരനോടുള്ള സൂക്ഷ്മത പോലും നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോയി. ഇന്നലെ രാത്രി ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പള്ളിയുടെ മുന്നിലൂടെ വേല മുട്ടുംകുളി ഉണ്ടാക്കി ഹിന്ദുക്കൾ പോയി. അപ്പൊ ഞാൻ സസിനോട് പറഞ്ഞു, നേരത്തെ ഇങ്ങനെ പള്ളിന്റെ മുന്നിലൂടെ അവർ പോവുകയാണെങ്കിൽ നല്ല വള്ളത്തിലാണെങ്കിൽ പോലും ഓലെന്തായിരുന്നു
നിർത്തിയിരുന്നു. ഇപ്പൊ നിർത്താത്തത് നമ്മളാ കാരണക്കാരൻ, അവിടെ പറഞ്ഞ കാര്യമില്ല. പുതിയാപ്പിള പോകുമ്പോ പള്ളിന്റെ മുന്നിൽ നിന്നാ കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഉസ്താദിനെ പ്രകോപിപ്പിക്കണം. അടുത്ത വെള്ളിയാഴ്ച പറയട്ടെ മൂപ്പര്. പടക്കം കത്തിച്ചിട്ട് പള്ളിക്കാട്ട് കയറിയാണ്. ആർക്കാ ഛേദം? പള്ളിക്കാട് പറയണ്ട, അങ്ങോട്ട് വാ പൊട്ടിച്ചേരാ. കബറിലുണ്ടൊരു പൊട്ടിക്കൽ ഇവൻ ചിന്തിക്കുന്നില്ല. എത്രമാത്രം വലിയ പാതക ചെയ്യുന്നത്. സഹോദരൻ, നമ്മളെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഴിഞ്ഞാട്ടം കൂടാൻ ആണിനും പെണ്ണിനും. അള്ളാന്റെ കൽപ്പനകളെ അവഗണിക്കാം. അപ്പൊ പിന്നെ ചാനൽ ചർച്ചയിൽ ഒരു പെണ്ണ് പറഞ്ഞില്ലേ, ഖുർആൻ എന്ന് പറഞ്ഞൊരു പുസ്തകം പോലെ ഞാൻ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു പുസ്തകം പോലെ. വലിയ വലിയ ബുദ്ധിജീവികൾ, വലിയ വലിയ ചിന്തകന്മാര്, വിശുദ്ധരന്മാര്, ലോകപ്രശസ്ത ചിന്തകന്മാർ ഖുർആന്റെ മുന്നിൽ മുട്ടുമടക്കുമ്പോ ഇതൊരു മഹാ അത്ഭുതമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ ഒരു വിവരമില്ലാത്തോള് ഓള് പറയണത് ഒരു പുസ്തകം പോലെയാണ്. അറിയാത്തവർക്ക് അങ്ങനെ വിവരമില്ലെങ്കിൽ വിവരമില്ല വിവരം ഇല്ലെങ്കിൽ പലതും പറയും. എന്തായിരുന്നാലും സഹോദരൻ, ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരത്തിന്റെ കാര്യമാണ്. ദുനിയാവിൽ വെച്ച് നാം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് മഹ്ശറയിൽ വെച്ച് സുജൂദ് ചെയ്യാൻ പറയും. അള്ളാഹു നിസ്കരിക്കാത്തവർക്ക് മഹ്ശറയിൽ പോലെ വഷളാക്കുന്ന രീതിയാണ്. സുജൂദ് ചെയ്യാൻ അവരോട് വിളിക്കപ്പെടും. പക്ഷെ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ചെയ്യടാ സുജൂദ് എന്നറിയും. അവന്റെ ശരീരം ഒരു വടി പോലെ അങ്ങനെ നിൽക്കും. സുജൂദ് ചെയ്യണമെന്നുണ്ട്. എന്താ കാരണം? ദുനിയാവിൽ വെച്ച് ആരോഗ്യമുണ്ടായിരുന്നു, അന്ന് ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തില്ല. അതിന് അള്ളാഹു താല അവനെ തിരിച്ചടിക്കണം. അവന് ഇപ്പൊ ചെയ്യാൻ കഴിയണില്ല, അവനാകെ വഷളാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ. അത് വിളിച്ചാൽ ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ ടെൻഷൻ ഉണ്ടാവുമ്പോൾ നിസ്കരിക്കാനാണ് നബിയോട് فاصبر لحكم ربك ولا تطع منهم عاصما أو كفورا واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا. അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. നബിയെ, താങ്കൾ ക്ഷമിക്കണം, റബ്ബിന്റെ വിധി വരുന്നതുവരെ ക്ഷമിക്കണം, സത്യനിഷേധിക്ക് വഴിപ്പെടണ്ട, അങ്ങ് എന്ത് ചെയ്താൽ മതി. ഖുർആനിൽ അള്ളാഹു പറയാണ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്ർ വേണം. നിസ്കാരാണ് ഉദ്ദേശം. പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും റബ്ബിനെ സ്മരിക്കണം. അതായത് ളുഹറും അതുപോലെ അസ്റും സുബഹിയും നിസ്കരിക്കണം. ഉച്ചയ്ക്ക് മുമ്പും ശേഷമുള്ള നിസ്കാരം. രാത്രിയിൽ അല്ലാഹുക്ക് സുജൂദ് ചെയ്യണം. മഗ്രിബും ഇശാവുമാണത്. രാത്രിയുടെ നീണ്ട സമയം തസ്ബീഹ് വേണം. അതുകൊണ്ട് ഉദ്ദേശം തഹജ്ജുദ് നിസ്കാരം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ആത്മസംസ്കരണം, അള്ളാഹുവിനുള്ള സ്മരണ, നിസ്കാരം. ഇനി ഈ ആയത്തിൽ ഇങ്ങനെ അർത്ഥം. നമുക്ക് റമദാൻ വരാൻ പോവാണ്. റമദാൻ വരാൻ പോകുന്നു എന്നതിന്റെ മുന്നോടിയായി അല്ലെ, ഇപ്പൊ ദുആകളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ തിരിയും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റമദാനായോ? ഇതിപ്പോ ചില ആളുകൾക്ക് ഈ അറബ് മാസം ഒന്നും അറിയില്ല. ഇവിടെ പൂക്കോട്ടിന്റെ അടുത്തുള്ള ഒരാള് എപ്പോ കണ്ടാലും ചോദിക്കും, ഉസ്താദ് റബീഉൽ അവ്വലായോ? കൂട്ടി നോക്കിയാൽ മതി, ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ ഒരിക്കൽ എപ്പോൾ കണ്ടാൽ തന്നെ ചോദിക്കോളൂ, റബീഉൽ അവ്വലായോ? അപ്പൊ ഒരിക്കൽ ഞാൻ പറഞ്ഞു, കൊല്ലം റബീഉൽ അവ്വൽ നീട്ടിയ ചൂട്. എന്തേ ചൂടല്ല. അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു, സമസ്തയാണോ ചോദിച്ചു. യോഗം ചേർന്ന് മുഷാവറ കൂടിയിട്ട് നീട്ടിവെച്ചത് സമസ്തയാണോ എന്ന്. ഞാൻ വേഗം തിരുത്തി അല്ലെങ്കിൽ നടന്ന് പറഞ്ഞു, കൊല്ലത്ത് റബീഉൽ അവ്വൽ ഇല്ലാത്ര, സമസ്ത ചെയ്തത് ശരിയായില്ല. കേൾക്കുന്നവർക്കൊരു സുഖം കിട്ടില്ല. എന്താ പോയി പറയുക? ചില ആളുകൾ അങ്ങനെയാണ്, കൂടുതൽ ചിന്തിക്കൂല. മാസം ഒന്ന് കൂട്ടി വയ്ക്കാൻ മതി, ഞാൻ അറിയണ്ടേ കൂട്ടണമെങ്കിൽ. റജബിലേക്ക് നമ്മൾ പ്രവേശിച്ചു, ഷഅബാനും കൂടി കഴിഞ്ഞാൽ റമദാൻ. ബർക്കത്ത് അല്ലോടെ 2 മാസത്തിനപ്പം ഫൗണ്ടേഷൻ ശരിയാണ് കേട്ടോ, എന്നാലേ ബർക്കത്ത് കിട്ടുള്ളൂ. വീടുണ്ടാക്കുന്ന ചില ആളുകൾ തലനാരിയ കീറി മസരമൊക്കെ ഉള്ള ആശാരികളൊക്കെ വിളിച്ചു നോക്കും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ആശാരിമല അവർക്ക്
എന്നിട്ട് തേങ്ങ ഒഴിഞ്ഞിട്ടും അതാക്കിയിട്ട് അങ്ങനെ പൂജ നടത്തിയിട്ടൊക്കെ. ഈ തച്ചുശാസ്ത്രം അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് ഭയങ്കര അന്വേഷണക്കാരാണ്. പക്ഷെ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാശ് ഹറാമേക്കാരം. ഒരു കാര്യമില്ല, വെറുതെ പണിയെടുക്കാം. സഹോദര, നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയുന്നു റബ്ബിറജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ. റമളാനിലേക്ക് എത്താൻ നമ്മൾ വല്ലാതെ കൊതിക്കാം. ഇനി റമളാനാണ് അവസാനിക്കുന്നതും ശ്രദ്ധിക്കണം, ശവ്വാല് വരുന്നതും ആ സമയത്തുള്ള ചില സംഗതിയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം. അതായത് ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ വിജയിച്ചിരിക്കുന്നു, ചെറിയ പെരുന്നാൾക്ക് തക്ബീർ ചൊല്ലിയവൻ വിജയിച്ചിരിക്കുന്നു, പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചവനും വിജയിച്ചിരിക്കുന്നു. അതാണ് അവിടെ തസ്കിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഫിത്ർ സക്കാത്തും, സ്മരണ കൊണ്ടുള്ള ഉദ്ദേശം തക്ബീർ ചൊല്ലലും, നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ പെരുന്നാൾ നിസ്കാരവും. അങ്ങനെ ചില മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ ചെറിയ പെരുന്നാൾ അത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ് എന്നർത്ഥം. ഏതുപോലെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അറിവ് നടത്തുകയും ചെയ്യുക. റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അറിവ് നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാളാണ്. റബ്ബിന് വേണ്ടി നിസ്കരിക്കുക. വലിയ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറിവെടുക്കുക. ഇവിടെ പറഞ്ഞതോ തസ്കിയത്ത് ആദ്യം പറഞ്ഞു, ഫിത്ർ സക്കാത്ത് ആദ്യമാണ്, ആദ്യം കൊടുക്കണം. ഇങ്ങോട്ടാണ് പെരുന്നാൾ നിസ്കാരം നടക്കുന്നത്. അതിന്റെ അടിയിൽ തക്ബീർ നടക്കുക. അതായത് സംസ്കരണം നടത്തം വരുന്നത് ഫിത്ർ സക്കാത്തിന് വരാൻ കാരണം സക്കാത്ത് കൊടുക്കുമ്പോഴല്ലേ സഹോദരൻ സംസ്കരിക്കപ്പെടുക. സക്കാത്ത് എന്നാൽ തന്നെ വളർച്ച. നമ്മുടെ മുതലിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോഴാണ് ബാക്കിയുള്ള മുതൽ ശുദ്ധിയാകുക. സക്കാത്ത് കൊടുക്കുമ്പോൾ വളർച്ച. നമ്മൾ കരുതുന്നത് സക്കാത്ത് കൊടുത്താൽ പേടി കരുത് ചെലവാകും. ആർക്കാ ഉണ്ടാക്കില്ല. 1,00,000 റുപ്യ ഒരു കൊല്ലം പാത്തേച്ചാൽ 2,500 കൊടുത്തേ മതിയാവും. 1 കോടി ഒരു കൊല്ലം പാത്തേച്ചാൽ 2,50,000 കൊടുക്കണം. അതിൽ 10,000 റുപ്യ ചില്ലറാക്കിയിട്ട് നിരത്തി കൊടുത്തു 100 തൊട്ട്. ആൾക്കാർ പറയാൻ സമ്മതിക്കണം കേട്ടോ, ചെറിയ കുട്ടിയൊക്കെ വരെ 100 തൊട്ടാ കൊടുക്കണം. ആകെത്ര കൊടുത്തേ 10,000. 2,40,000 ബാങ്കിൽ വിശ്രമിക്കാണ് കൊടുക്കണമെന്നൊക്കെ കരുതി. പക്ഷെ അത് വലിക്കാൻ ചെന്നപ്പോ അങ്ങനെ കയ്യനൊരു വറക്കല് മൂല്യർക്കണം പറഞ്ഞാൽ മതി. അപകടമാണ്. ആ കറൻസി അത് നാളെ പരലോകത്തിൽ ലോഹരൂപത്തിലാക്കിയിട്ടുണ്ട്. ഒരു പഴുപ്പിക്കല്. സുബ്ഹാനല്ലാഹ്. അവൻ അതിന്റെ മുമ്പന്നെ തുടങ്ങൂലേ 2 തലയ്ക്കാരൊരു പാമ്പ്. സക്കാത്ത് കൊടുക്കാത്തവനങ്ങനെ കൊത്തും, നിരന്തരം കൊത്തും, 2 ഭാഗത്തും കൊത്തും. ഞാൻ നിന്റെ മതനാടാ, ഞാൻ നിന്റെ നിധിയാടാ. സ്വർണ്ണൊക്കെ നമ്മൾ പാത്ത് വെച്ചിട്ടേ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആഭരണത്തിന് കുഴപ്പമില്ല, ആഭരണമാണ്. സക്കാത്തുനിന്ന് ഒഴിവാകാൻ ആഭരണമാക്കി വെക്കരുത്. ധരിക്കാൻ വേണ്ടി ഭാര്യക്കോ മക്കൾക്കോ ആഭരണമാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. 10.5 പവനെ ആകെ ആഭരണ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കുള്ള ആഭരണത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനല്ല. 10.5 പവന്റെ മുകളിലേക്ക് ആഭരണമാണെങ്കിലും സക്കാത്ത് കൊടുക്കണം എന്നുള്ളൊരു മസലല്ല. ഒരാളിപ്പോ തന്റെ ഭാര്യക്ക് 50 പവന്റെ ആഭരണം ഉണ്ട്, സക്കാത്ത് കൊടുക്കണ്ട. മാനി അതുപോലെ തന്നെ പല ഐറ്റംസ് ഉണ്ടല്ലോ, കുടുക്കി കെട്ടിയും കൊടുക്കാതെ കെട്ടിയത്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ വലുതും ചെറുതുമായിട്ട് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ 10.5 പവൻ എന്നുള്ളൊരു കണക്കില്ല. പിന്നെ അത് തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താ അറിയോ, 10.5 പവന്റെ അവിടുന്നാണ് സ്വർണത്തിന്റെ സക്കാത്ത് വരും. അപ്പൊ ഒരാൾക്ക് 10 കോയിൻസ് ഉണ്ട്, സക്കാത്ത് കൊടുക്കണ്ട. 1 കോയിൻസും കൂടി വാങ്ങി അതിക്ക് വെച്ചാൽ അതിന് 2% ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ചില വളവന്മാരെന്ത് ചെയ്യും, 10 കോയിൻസ് ആക്കി കുഞ്ഞുള്ളൊക്കെ ആഭരണമാക്കും. അത് വളമാണ്. അങ്ങനെ ഐഡിയ ഉണ്ട്. ഇത്ര ആൾക്കാരുണ്ട് വളവന്മാരറിയാം. 595 ഗ്രാം വെള്ളിയുടെ കാശ് ഒരു കൊല്ലം പാത്തച്ച അതിന് 2% സക്കാത്ത് കൊടുക്കേണ്ടി വരും. ചിലർ ചോദിക്കും, കുട്ടിനെ കെട്ടിക്കാൻ എടുത്തച്ച പൈസ കൊടുക്കേണ്ടി വരും ഉസ്താദെ. കുട്ടിനെ കെട്ടിക്കാൻ എന്തിനാ പൈസ? ഇസ്ലാമിൽ അങ്ങനെ സംവിധാനമില്ല. കുട്ടിനെ കെട്ടിക്കാൻ ഇത്ര ലക്ഷം എടുത്ത് വെക്കുക എന്നുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. കെട്ടിച്ചാലും ഇല്ലെങ്കിൽ കൊല്ലം പൂർത്തിയാ സക്കാത്ത് കൊടുക്കണ്ട. സക്കാത്ത് നിന്ന് ഒഴിവാകാനുള്ള പണിയെടുക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഫിത്ർ സക്കാത്ത് ശരീരത്തിന്റെ മേൽ നിർബന്ധമായ സക്കാത്താണ്. എന്ന് ഒഴിവാകേണ്ട ആൾക്കാർ വളരെ കുറവായിരിക്കും. ഈ വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഉണ്ട് ചില ആളുകൾ ഇരിക്കുന്നത് കാണാൻ. ഒന്നുമില്ല, വീടും പറമ്പോ ഒന്നും ഇല്ലാത്തവര്. ഒരു ചിലപ്പോൾ വലിയ മലയാളിമാരെ കട്ടക്കാരക്കാർ. ഒരു മക്കാമില് ഒരാൾ മരിച്ചപ്പോ ലക്ഷക്കണക്കിന് റുപ്യുണ്ട്. അയാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആൾക്കാർ ജഗ പോകാം. അപ്പൊ ഇത് തട്ടുള്ള പരിപാടിയാണ്. ഇഷ്ടം പോലെ പൈസ. ആള് യാചകനാണ്.
ഫിത്ർ സക്കാത്ത് ഒഴിവാകുന്ന വളരെ കുറവായിരിക്കും. എന്തായിരുന്നാലും അള്ളാഹു പറയുന്നത് ഖദ് അഫ്ലഹ മൻ തസക്കാ. അതിന്റെ ഒരു അർത്ഥം എന്താ? സംസ്കരിച്ചവൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ വിജയിച്ചു. റബ്ബിഹി എന്ന് പറഞ്ഞാൽ പെരുന്നാൾക്ക് തക്ബീർ ചൊല്ലിയവനെ വിജയിച്ചു. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ എങ്ങനെ തക്ബീർ സുന്നത്താ, ഇടതടവില്ലാതെ തക്ബീറല്ല. പെരുന്നാളിന്റെ ലുക്ക് ഉണ്ടാക്കേണ്ട തക്ബീർ ചൊല്ലിയിട്ടാണ്. അതാണ് വദക്കറസ്മറ. പെരുന്നാൾസ്കാരം സുന്നത്താണ്. ജുമുഅക്ക് വരാത്തവരും പെരുന്നാൾക്ക് വരും. ചില വൈരുദ്ധ്യങ്ങൾ കാണുന്നു. ഓന്റെ വിചാരം പെരുന്നാൾസ്കാരം നിർബന്ധമാണെന്നാണ്. കൊല്ലത്തിൽ ഒരിക്കലും പോയില്ലെങ്കിൽ ഒരു വാർഷിക പതിപ്പായിട്ട് അല്ല, അത് സുന്നത്താണ്. അത് നല്ലൊരു മസലേട്ടാണ്. ഇനി ഫൈനും പോകണ്ടല്ലോ എന്നല്ല കരുതേണ്ടത്. ജുമുഅക്ക് വരണം, പെരുന്നാൾക്കും വരണം. പെരുന്നാൾക്കും വരാത്തവരുണ്ട്, ജുമുഅക്ക് വരാത്തവരുണ്ട്. പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചവൻ വിജയിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നത് നിങ്ങൾ ഐഹികമായ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നവരാണ്. എന്നാൽ പരലോകമാണ് ഉത്തമമായതും എന്നു നിലനിൽക്കുന്നതും. ഇപ്പൊ കാര്യങ്ങളൊക്കെ വിജയത്തിന് ആത്മസംസ്കരണം വേണം, നിസ്കാരം വേണം, ദിക്ർ വേണം, സംഗതിയൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങളെ അവസ്ഥ എന്താ? അള്ളാഹ് നമ്മളോട് പറയണം. കാര്യം എത്ര ബോധ്യപ്പെടുത്താനും മനുഷ്യന്റെ അവസ്ഥ എന്താ? ഐഹികമായ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വെറും ദുന്യാവിലെ ജീവിതം മാത്രമാണ്. 2 ദിവസം മുമ്പ് മഗ്രിബിന്റെ ശേഷമുള്ള ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒരാൾ ഓടിക്കരച്ച് വന്നിട്ട് പറഞ്ഞു, പ്രസിഡന്റ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മഹലിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഇവർക്കൊരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് സമയം മരണത്തെപ്പറ്റി പറഞ്ഞ് ദുആ ചെയ്ത് തിരിച്ചുവിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നപ്പോ ഞാൻ ആലോചിച്ചു, മനോഹരമായ വീട്, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഒന്നും വേണ്ട, കഴിഞ്ഞു. ദുന്യാവ് ഏറ്റവും നല്ല വിശാലമായ കട്ടില് വേണ്ട. ഒരു നമ്മൾ പഴയ കാലത്ത് പറയും പടി എന്ന് പറയും, അങ്ങനെ കടത്തിയിട്ടുണ്ടോ? ഇനി സഹോദരൻ തുണി വേണ്ട, കുപ്പായം വേണ്ട, തൊലിന്റെ നിറം കാണാത്ത ഒരു തുണി. എല്ലാരെയും അവസ്ഥ. എന്നാലും ആളുകൾ ആഖിറത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. ഖുർആൻ പറയുന്നത് നിങ്ങൾ ഐഹികമായ ജീവിതത്തെ തെരഞ്ഞെടുത്തവരാണ്. പക്ഷേ മനസ്സിലാക്കണം, പരലോകമാകുന്നു ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും. പരലോകം അസ്ഥായിയാണ്, ദുന്യാവോ ക്ഷണികം. നമ്മൾ പറയില്ലേ, കുഴഞ്ഞുകൂടി മരിച്ചു. ദുന്യാവിൽ ഇനി എത്ര സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ടെങ്കിലും അത് ഏതുപോലെ അറിയോ? ഉറങ്ങുന്ന ഒരാളുടെ സ്വപ്നം പോലെയാണ്. ഒരു കവി പാടി, ദുന്യാവ് എന്ന് പറയുന്നത് ഉറങ്ങുന്ന ആളുടെ ഒരു സ്വപ്നം പോലെയാണ്. ഉറങ്ങുന്ന ആൾക്ക് എന്തൊക്കെയാ സ്വപ്നം കാണാം? ചിലപ്പോൾ വീട്ടിൽ ഇങ്ങനെ കിടക്കായിരിക്കും, ഓൻ കിനാവ് കാണാം. ഓൻ പിന്നെ ബുർജ് ഖലീഫന്റെ മുകളിലാണ്, ഹെലിപ്പാഡിലാണ്. ഒരു പെണ്ണ് കിനാവ് കാണാം. ഭർത്താവ് ചിലപ്പോൾ ദുബായിലേക്കാണ്, ഓള് കിനാവാണ്. ഓളെ പുതിയാപ്പിളയും കൂടി ദുബായ് ബുർജിന്റെ ഏറ്റവും മുകളിൽ ആ ഹെലിപ്പാഡിൽ ഇരുന്നിട്ട് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് കയ്യിലുള്ള പെപ്സി കുപ്പി ആണ് കൊയിഞ്ഞാടി അടിയിക്ക്. ഞെട്ടിനുണർന്നു. ഉണർന്നു നോക്കുമ്പോ കുട്ടി തൊട്ടിന്ന് കൊയിഞ്ഞാടിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ പെപ്സി കുപ്പി ഒന്നായിട്ട് മടിക്ക് ആണ് കൊയിഞ്ഞാടി, ആകെ പർദ്ദ നനഞ്ഞതേക്കാണ് ഗിനാവാണ്. കുട്ടി അങ്ങനെ മൂത്രമൊഴിക്കുണ്ടാവും ഉഷാറായിട്ട്. ചെലവുണ്ടോ? നേരെ വെളുത്താ പറയോ, ഞാൻ ഇന്നലെ ഭർത്താവിന്റെ അടുത്ത് ദുബായി പോയി, ഇന്നലെ രാത്രി വേഗം മറ്റുള്ളവിടുന്ന് തടിയെടുക്കും, ഇവർക്ക് സുഖം കരുതിയിട്ട്. കിനാവ് കണ്ടാന്ന് പറഞ്ഞാൽ ഇവള് ചിലപ്പോ അമേരിക്കയിൽ 2 വട്ടം പോയി വന്നിട്ടുണ്ടോ മറ്റോള്. ഇതിനൊന്നും ഒരു അർത്ഥമില്ലല്ലോ. എന്നതുപോലെയാണ് സഹോദര ദുന്യാവ് എന്ന് പറഞ്ഞത് ശരിയല്ലേ? ഒരുപാട് മകൾ, ഒരുപാട് സൗകര്യം, നല്ല വാഹനം, നല്ല വീട്, ഒരുപാട് മകൾ, ഒരുപാട് ബാങ്ക് ബാലൻസ്. പക്ഷെ അറ്റാക്കാണ് സംഭവിച്ചാൽ കഴിഞ്ഞില്ലേ, സ്വപ്നം പോലെയൊക്കെ തീർന്നു ദുന്യാവ്.
അതുകൊണ്ട് ആ സഹോദര ദുനിയാവിന്റെ പടപടപ്പിൽ നമ്മൾ വഞ്ചിതരാകരുത്. അതുകൊണ്ട് ഹബീബ് സൂറത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ്. ദുനിയാവിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്, അത് വഞ്ചിക്കുന്നതാണ്. അത് വഞ്ചിക്കുന്ന ദുനിയാവിൽ എത്ര വിഭവങ്ങൾ. ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരു വീട് വരാൻ പോകുന്നുണ്ട്, എവിടെ? ഖബറ്. അവിടെ ഒരു ഉപകരണം ഉണ്ടാവും. ഒരു കവിവാടിയിലെ വീടുകളിലും വീടിന്റെ വിഷയത്തിലും ആ വീട്ടിലെ ഉപകരണങ്ങളുടെ വിഷയത്തിലും സന്തോഷിക്കുന്ന മനുഷ്യ, യാതൊരു ഒരു ഉപകരണവും ഇല്ലാത്ത മണ്ണിലെ വീട് നിനക്കുണ്ട് കേട്ടോ. ശരിയല്ലേ? നമ്മളെ വീട്ടിലൊക്കെ എന്തൊരു സൗകര്യമാണ്. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാല് ഇതിലേറെ സൗകര്യം കൂടും. വീടുകളിൽ വരും ഹെലിപ്പാഡ്. കാരണം റോഡ് തിരക്ക് കൂടുതലായതുകൊണ്ട് ഇനിയൊക്കെ ചെരുപ്പ് വാങ്ങാൻ ഹെലികോപ്റ്ററിലേക്ക് പോവാം, പച്ചക്കറി വാങ്ങാൻ അങ്ങനെ ആയിരിക്കും പോവാ. അല്ലെങ്കിൽ പച്ചക്കറി എങ്ങനെ അറിയില്ല, പ്ലാസ്റ്റിക്കിന്റെ പച്ചക്കറിയാവോ അറിയാം. സൗകര്യം കൂടാണ്. എന്നാ സഹോദര, നമ്മുടെ ഖബറിലുണ്ടല്ലോ ആ മണ്ണറ, അതൊന്ന് ആലോചിച്ച് നോക്കണം. ആർക്ക് കിടക്കാൻ? സൗദി രാജാവിനൊക്കെ എന്തൊരു സുഖമായിരുന്നു. ദുന്യാവിലുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ ഉപകരണങ്ങളും ഇല്ലായിരുന്നോ? കിടക്കാനുള്ള സ്ഥലം എല്ലാവർക്കും ഒരുപോലല്ലേ? ആരായിട്ടെന്താ? ചെറിയൊരു കുഴി, അത് മാർബിൾ വിരിക്കൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ. ജീവിതകാലത്തെങ്ങാനും ഒരാളെ മേലക്ക് പൊടി വാരിയിട്ട് അങ്ങനെ ഉണ്ടാവും. മണ്ണിങ്ങനെ വാരിടാം. ഇതൊന്നും ആളുകൾ ചിന്തിക്കേറ്റൊക്കെ. നമ്മളെ മേലക്ക് മണ്ണ് വരും. കല്ല് പാമ്പും സഹോദര ജീവൻ വെച്ചാൽ പോലും പുറത്ത് വരാൻ പറ്റാത്ത രൂപത്തില് മൂടുകല്ല് വെച്ച് ഭദ്രമാക്കും. എന്നിട്ട് മണ്ണിട്ട് കുയ്യനുണ്ട് ഇറങ്ങിക്കര് കൈക്കോട്ടുണ്ട് ഇങ്ങനെ വരിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ അമർത്തും. കിടക്കവിടെ കുയ്യന്റെ കുട്ടിന്റെ കല്യാണം മുടക്കാനേക്കാൾ ചിലപ്പോ കുയ്യനാണ് പറഞ്ഞിട്ട് കിടക്കവിടെ. ചിന്തിക്ക്, ആലോചിച്ച് നോക്കി. നമുക്ക് എന്തെങ്കിലും വേണ്ടിവരോ? ചിന്തിക്കാറില്ല നമ്മൾ. ചിന്തിക്കണം. എന്തൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നുമില്ലാത്ത ഒരു ജീവിതം. എന്നാലും അള്ളാഹു പറയുന്നെന്താ? മനുഷ്യന്റെ പൊതു സ്വഭാവം എന്താ? നിങ്ങൾ ഐഹികമായ ജീവിതത്തെ തെരഞ്ഞെടുത്തവരാകുന്നു. ദുന്യാവ് എന്നുള്ളൊരു ചിന്ത ഖുർആനിൽ അള്ളാഹു വേറൊരു ആയത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ. ആക്രാന്തമുള്ള രൂപത്തിലാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇദാ മസ്സഹു ശർറു ജസൂആ. എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ അക്ഷമരാകും, പൊറുതികേട് കാണിക്കും. വൈദാ മസ്സഹുൽ ഖൈറു മനൂആ. നന്മ എത്ര സ്പർശിച്ചാലും മുടക്കം പാലിച്ചവന ശുക്രില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാല് അവര് ആകെ നിരാശപ്പെട്ടു. എന്നാൽ അതേ സമയത്ത് എത്ര അനുഗ്രഹം കിട്ടിയാലും അതിന് ശുക്രില്ല എന്നുള്ള ദുന്യാവ് എന്നുള്ള ചിന്ത മാത്രം. نصيبك مما تجمع الدهر كله لفيفان تدرج فيه ما وهنود. ദുന്യാവിൽ നീ ഒരുമിച്ച് കാലം മുഴുവനും, നിന്റെ ആയുഷ്കാലം മുഴുവനും നീ ഒരുമിച്ച് കൂട്ടിയത്, ആ ഒരുമിച്ച് കൂട്ടിയതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത് 2 കഷ്ണം തുണിയും അതുപോലെ തന്നെ അല്പം കർപ്പൂരവുമാണ്. ശരിയല്ലേ? എത്ര വലിയ മുതലാളിയാണെങ്കിലും മരിച്ച പിന്നെന്താണ്ട് 3 കഷ്ണം തുണിയിട്ടു. അതിൽ വതറാൻ കുറച്ച് കർപ്പൂരം, പിന്നെ മൂക്കിൽ വെക്കാൻ കുറച്ച് പഞ്ഞിയും. അത് തോന വേണ്ടല്ലോ, തോന വേണപ്പോൾ. നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ചിലപ്പോ മലപ്പുറത്തൊന്നും ഉണ്ടാവില്ല, കോട്ടൊക്കെ തന്നെ പോകേണ്ടത്. പിരാന്ത് എന്ന് പറഞ്ഞാൽ പിരാന്ത്. എന്നാല് എവിടുക്കാ? ഞാൻ കോട്ടക്കല. എന്തേ? ഞാൻ നമ്മളെ പിന്നെ വല്യപ്പ മരിച്ചത്, ഞങ്ങൾ വലിയ തറവാട്ടാരാണ്. അപ്പോ കഫമ്പടവ് അവിടുന്ന് എടുക്കാൻ കരുതിയിട്ടാണ്.
സഹോദര പത്രംപുറ വാങ്ങാൻ രാജ്യത്തെ ഏറ്റവും വലിയ കൂട്ടിലങ്ങാടിയാണ്. കൂട്ടിലങ്ങാടിയിലെ ചെറിയ ടെക്സ്റ്റൈൽസ് ചെന്നാലും കിട്ടും സാധനം, എല്ലാവർക്കും ഒരുപോലെയാണ്. എവിടേക്കും പോണ്ട. ഇതല്ലേ നമുക്ക് ആകുള്ളത്. ജീവുള്ള ഒരുത്തന്റെ മൂക്കിൽ പഞ്ഞി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, വിട്ടുന്ന് വെക്കേണ്ടി വരും. മരിച്ചു കഴിഞ്ഞാൽ സഹോദരൻ മൂക്കിൽ പഞ്ഞി വരാണ്. ആ അവസ്ഥ ആലോചിച്ചു. ചിലപ്പോ 5.5 കോടിന്റെ കാറിൽ ഇങ്ങനെ പോവായിരിക്കും. അപ്പൊ ഉണ്ടാവും സാധുവായ ആളുണ്ടാവും, നമ്മളെ അയൽവാസി. ഓനോ അങ്ങാടിക്ക് പോവാണ്. അപ്പൊ അങ്ങനെ നോക്കും, എന്തേ ഇയാളായിരുന്നു നമ്മളെ കയറ്റിയെങ്കിൽ പുതിയ വണ്ടിയാണ് കേട്ടു എന്നല്ലാതെ എന്താ അതിന്റെ അവസ്ഥ അറിയില്ല. അപ്പോ മുതലാളി 5.5 കോടിന്റെ കാറിൽ പോകുന്ന മുതലാളി ചിന്തിക്കുന്നത് അവനൊന്നും ഇപ്പൊ ഇതിൽ കയറ്റിയിരുത്താൻ മാത്രം അവനില്ല, ഓന്റെ മൂട് വെക്കാൻ മാത്രമല്ല ഇതിന്റെ സീറ്റ്. അപ്പൊ ഈ ഓനിങ്ങനെ നോക്കുന്ന ആ നോട്ടം, ഒരു വാട്ടം കൂടി അറിയില്ല. നമ്മൾ ഈ ഓട്ടോറിക്ഷ കണ്ടിങ്ങനെ അതിലൊക്കെ ട്രിപ്പ് വിളിക്കുകയാണെങ്കിൽ ഒരു പാറിപ്പറ്റലുണ്ട് എന്ന പോലെ ഇതൊരു പാറിപ്പറ്റെന്നാണ് അതിന് ഓട്ടോ ഡ്രൈവർ പറയല്. സ്വീപ്പ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്, അതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആവട്ടെ, നോക്കൂ, ശ്രദ്ധിക്കൂ. ഇവിടെ ഇയാളിങ്ങനെ നോക്കുന്നത് അയൽവാസികളുടെ കയറ്റിയെങ്കിൽ. അപ്പൊ ഓൻ നോക്കിയിട്ട് ഓനെ നോക്കി ഓനെ കയറ്റണ്ട എന്നുള്ള രൂപത്തിൽ ഓന്റെ അടുത്ത് എത്തുമ്പോ ഒരു കയ്യിൽ സ്റ്റെയറിംഗ് ഉണ്ടാവും, മൊബൈലിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ആപ്പി ഓനെ മൊബൈൽ കപ്പ് വിളിച്ചിട്ടില്ല, ഓനെ കയറ്റാതിരിക്കാനുള്ള തട്ടിപ്പാണ്. ആ സാധു കരുതും ബഹുമാനപ്പെട്ട മുതലാളി മൊബൈലിലായതുകൊണ്ട് പിന്നെ കണ്ടില്ല, കാണാത്തോണ്ടല്ല. സഹോദര കുറച്ചു കഴിഞ്ഞു ഈ സാധു നടന്നു പോകാം, അതിന്റെ അടി ഒരാൾ വന്നിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലേ എന്റെ അയൽവാസി മരിച്ചു, എന്റെ അയൽവാസി. ഇപ്പൊ ഇതിന് വണ്ടിയിൽ പോയില്ല, വണ്ടി അവിടെ സൈഡാക്കി നിർത്തി, അയാൾക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, എളുപ്പം മരിച്ചു. ഈ സാധു ഇനി എന്ത് ചെയ്യും? ഇപ്പൊ അങ്ങാടിക്ക് പോകണ്ട, ഇപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. ആലോചിച്ച് നോക്കൂ സഹോദര, 5.5 കോടിന്റെ കാറിൽ പോയി അഹങ്കാരത്തോടുകൂടെ പോയ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഞാൻ രണ്ടാവും അറിയോ? ഈ അയൽവാസി സാധു. കാരണം ഇയാളെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇയാളെ ഒപ്പുള്ള സുഹൃത്തുക്കൾ വലിയ സ്റ്റാൻഡേർഡിലുള്ളല്ലോ, ഓൽക്ക് മയ്യത്തൊളിപ്പിക്കാൻ അറിയില്ല. അവരോട് മയ്യത്തൊളിപ്പിക്കാൻ പറഞ്ഞാൽ ഒരു വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുപോകും സർവീസ് സ്റ്റേഷനിക്ക്, നല്ല കുളിപ്പിക്കും. അറിയില്ല, അതിന് ഈ സാധനം വേണ്ടി വരും. ആർക്കാ ദുന്യാവിൽ അഹങ്കരിക്കാൻ പോകും? ഇനിയുണ്ട് നോക്കി, മയ്യത്തിന് ഒരു ഇരുത്തലുണ്ട്, ചെറിയൊരു ഇരുത്തൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോ. എന്നിട്ട് ഒരു കൈകൊണ്ട് വലത് കൈകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇടത്ത കൈകൊണ്ട് പള്ളക്ക് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കും. ഈ മഹാമുതലാളിന്റെ പള്ള ഒഴിഞ്ഞു കൊടുക്കുന്നത് പാവപ്പെട്ട അയൽവാസിയാണ്. ഈ ഒഴിഞ്ഞെടുക്കേണ്ട പള്ളവേദനക്കല്ല, മലം പുറത്തു വരാനാണ്. നല്ലോണം വരും മലം, വെള്ളം ഇങ്ങനെ ഒഴിവാക്കും, പാർന്നുകൊണ്ടിരിക്കും. എന്തിനാ ഈ കുന്തിരിക്കാൻ പോയിട്ടുണ്ട്? മരിച്ച വീട്ടിൽ വരുന്ന ആളുകൾക്ക് അസ്വസ്ഥത ഇല്ലാതിരിക്കാനാണ് ഈ മലത്തിന്റെ വാസന കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരൻ, ഈ സാധുവിന് വേണ്ടി ഈ പള്ള ഒഴിഞ്ഞെടുത്ത് ഇനി കയ്യുമ ശീല ചുറ്റിയിട്ട് കഴുകി കൊടുക്കണം. ആർക്കാ ദുന്യാവിൽ അഹങ്കരിക്കാൻ പോകും? എന്തുണ്ടെങ്കിലും 1.25 കോടിന്റെ റേഞ്ച് റോവർ എന്നറിയോ അത് വിവരം? ജീവല്ലാത്ത സാധനത്തിന് ആർക്കും അഹങ്കരിക്കാൻ പോകില്ല, ആർക്കും പോകില്ല. ദുന്യാവിൽ എന്ത് വിഭവങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തേച്ചുകൊണ്ട് നമ്മൾ പോകും. ആരാണെങ്കിലും അവന് ചിന്തിച്ചാല് നമുക്ക് ഒരു കടിപിടി ഉണ്ടാവില്ല എന്ത് ദുന്യാവ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, ദുന്യാവെന്ന് പറയുന്നത് ഒരു മരക്കാവിലെ ശോഭ പോലെയാണ്. അതിന്റെ ഒരു ഭാഗം പച്ച പിടിക്കുമ്പോൾ മറ്റൊരു ഭാഗം ഉണങ്ങിപ്പോകുന്നു. ഒരു ഭാഗം ഉണങ്ങിപ്പോകുന്ന ആ ഉണങ്ങിയതൊക്കെ നല്ല പച്ചപ്പുണ്ടായിരുന്നു, ഇനിയിപ്പുള്ള പച്ചപ്പ് അത് ഉണങ്ങും എന്നതുപോലെ ഇപ്പൊ നമ്മുടെ സമയമാണ്. നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. നമ്മളൊക്കെ പോകും സഹോദര, വേറെ കൂട്ടരുടെ വരും, ആരാണെങ്കിലും പോവും. ഇവിടെ ആരൊക്കെ പോയി? ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ലോകത്തെ എല്ലാ ആൾക്കും പെർഫെക്റ്റായ അല്ലാഹുവിന്റെ തിരുദൂതർക്ക് വരെ 63 വയസ്സ് മാത്രമാണ് ലഭിച്ചത്. നമുക്ക് കിട്ടിയതൊക്കെ ലാഭം കരുതുക, അത്രേ ഉള്ളൂ. ആ ദുന്യാവിന്റെ കാര്യത്തിൽ വല്ലാതെ നമ്മൾ കടിപിടി കൂടണ്ട എന്നാണ് ഈ അറിയിക്കുന്നത്. പക്ഷെ ആളുകളുടെ അവസ്ഥ എന്താ? ദുന്യാവ് ദുന്യാവ് എന്നുള്ള ചിന്ത മാത്രമായിരിക്കും എപ്പോഴും. മുതൽ നിമിതങ്ങൾ തന്നെ പറഞ്ഞത്, ലൗകാന ലിഇബ്നി ആദമ വഹദിയാൻ മിൻ ദഹബിൻ ലബ്തഗാ സാലിഹാ. സ്വർണത്തിന്റെ 2 താഴ്വാരങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ കൊതിക്കും മൂന്നാമതൊന്നുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആഗ്രഹം. 1 ലക്ഷം റുപ്യ ഇങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. 1 ലക്ഷം ഉണ്ടായി എന്താ കരുതാ? 2 ലക്ഷം വേണ്ടി. കുറച്ചും കൂടി റാഹത്തോ 3,000 റാഹത്തുണ്ടാവും. കയറി
നേരെ മറിച്ചോ ഞാൻ ഒരു റക്അത്താണ് വിത്ത് നിസ്കരിച്ചത്, 3 നിസ്കരിച്ച ഒന്നേലും നിസ്കരിച്ചില്ല ഞാൻ. ഓന് ഇഷ എന്നല്ല, അടികൂരാണ്. ഓന് ഇഷാ നിസ്കാരം തന്നെയല്ല. ഞാൻ ഇഷ നിസ്കരിച്ചു, അതിന്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിച്ചു, പോരാത്ത 1 റക്അത്ത് വിത്ത് നിസ്കരിച്ചു. ഓ ഏറെ ഇത്ര ഒരു 3 ആക്കുക, 5 ആക്കുക, 7 ആക്കുക, 9 ആക്കുക, 11 ആക്കുക, അവസാനം 11 വരെ അങ്ങനെ ചിന്തിക്കൂല. ഭൗതിക വിഷയത്തിലോ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ആലോചിക്കും. ആരെങ്കിലും പറയലുണ്ടോ നിർത്തി, എവിടുന്ന വരുന്നു, കർണാടകയിൽ നിന്ന്, അതെന്തേ അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ നോക്കിയാൽ എത്താത്ത കർണാടകയിലാണ് സ്ഥലം, അത്യാവശ്യമൊക്കെ ആയുസ്ഥായി ഇപ്പൊ നിർത്തിന്ന് ഇന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദ്വാരക്കാൻ ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട് ക്ലാസ്സുകളിലൊക്കെ, പാസ്പോർട്ട് ശരിയാനും വിസ ശരിയാനും ഗൾഫിലെ ജോലി ശരിയാനും. പക്ഷെ മരിക്കുമ്പോ ഈമാൻ കിട്ടാനും ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാനും വളരെ കമ്മിയാണ്, വളരെ കുറവാണ്. ഇത് വേണ്ടെന്നല്ല, ഇവിടെ ജീവിച്ചു പോകാൻ ഇത് വേണമല്ലോ. നമ്മൾ സാധാരണഗതിയിൽ പരലോകത്തെ പറയൽ എപ്പോഴറിയോ, മദ്രസന്റെ വരിസംഖ്യ കൊടുക്കുന്നുണ്ട്, ശമ്പളം വളരെ കുറവാ, എന്നാലും ഉസ്താദ്മാർക്ക് പരലോകത്തൊന്നും ഉണ്ടാവുമല്ലോ. അവിടെ പരലോകം വേറെ, പരലോകത്തെ എത്തേണ്ട കൂട്ടരെ ആദ്യം ഇവിടെ തന്നെ ജീവിച്ചു പോകണ്ടേ, അവിടെ മാത്രം ആളുകളുണ്ടല്ലോ, അപ്പൊ പരലോകം. എന്നാൽ അവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓൽക്കൊരു ബർക്കത്തും ഉണ്ടാവും. എന്നൊക്കെ മസല പറഞ്ഞിട്ട് വരിസംഖ്യ എടുക്കില്ല, കൂട്ടാനും ഉണ്ടാവില്ല. ചില കമ്മിറ്റിയിലൊക്കെ മലയാളിമാരാണ് കൂട്ടാൻ സമ്മതിക്കാതിരിക്കുക. പാവങ്ങൾ കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞാലും മലയാളിമാര് സമ്മതിക്കുക. ഒരു പള്ളിന്റെ പണി നടക്കുകയാണെങ്കിൽ അതിന് പിന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി, പള്ളിയിൽ നിന്ന് പറയുകയാണെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ എഴുതും, ഞാനൊരു 10,000 കൊടുക്കണം, അത് വേറെ ഒരുത്തം കരുതി ഒരു 25,000 എഴുതാൻ. അപ്പൊ വലിയൊരു മലയാളി ഉണ്ടാവും, മൂപ്പര് പറയും 1000 കൊള്ളാക്കി, ഒക്കെ കൊള്ളാക്കിയത്. ചിലയിടത്തിന്റെ 10 മക്കളുണ്ടാവും, അയാൾ 10,000 പറയും. എന്നിട്ട് പിന്നെ രഹസ്യമായിട്ട് വന്ന് പറയും, നമ്മളെ 10 കുട്ടികൾക്കും കൂടി ആട്ടത്, അയാളൊക്കെയാണ് പെരുന്തല്ലല്ല. ഓലൊക്കെ മാറി നിർത്താൻ സമുദായം ഉണ്ടാവും. അയാളെ 10 മക്കളതും കൂടിയാണ് എന്ത് ചെയ്ത് ഈ 10,000 എഴുതിയത്. ഓലൊക്കെ ഓരോരുത്തരും ഓരോ ലക്ഷം കൊടുക്കാൻ മാത്രം വകുപ്പുണ്ടാവും. വാപ്പാന്റെ ഒരു സ്നേഹം മക്കളോട്, അറ്റങ്ങളെ നരകത്തുകാക്കുള്ള പരിപാടിയാണ്. എന്നിട്ട് മക്കളോട് പറയണം, ഞാൻ നിങ്ങളെ പേരിൽ എല്ലാരും കൂടി പേരിൽ 10,000 എഴുതി. നിങ്ങൾ ഉഷാറുള്ള വാപ്പങ്ങളെ നമുക്കറിയാലോ. എന്തൊരു സഹകരണമാണ് ആ വിഷയത്തിലറിയാം. തുണിങ്ങുപ്പായെടുക്കാൻ പോലെ എത്ര ചെലവാക്കുന്നു? എന്താ നാളൊക്കെ ഉണ്ടാകുന്ന സഹോദരൻ? ഒരു വരുമാനം ഉണ്ടാവില്ല, നാളൊക്കെ ഒരു വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയാണ് സഹോദര, ഈ കാലം നമ്മൾ വളരെയധികം ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ദുന്യാവ് എന്ന് പറയുന്നത് അതിന്റെ ആ പളപളപ്പിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആഖിറത്തെ മറക്കരുത്. എപ്പോഴും ദുന്യാവ് എന്നുള്ളൊരു ചിന്ത ആകും ചെയ്യരുത്. ഇവിടുന്ന് പോകണം എന്നുള്ളൊരു ചിന്ത വേണം. പക്ഷെ പൊതുവെ ജനങ്ങളുടെ അവസ്ഥ എന്താ? ഒരു കവിവാണിയ, സ്വർണമുള്ള ആളുകളിലേക്ക് ജനങ്ങൾ പോകുന്നത് ഞാൻ കാണുന്നു, സ്വർണമില്ലാത്തവരിൽ നിന്ന് ജനങ്ങൾ തിരിച്ചു പോകുന്നത് ഞാൻ കാണുന്നു. رأيت الناس من فالله إلى من عنده في الله ومن لا عنده في الله فأنه الناس من فالله. വെള്ളിയുള്ളവരിലേക്ക് അതിശീഘ്രം ആളുകൾ പോകുന്നത് ഞാൻ കാണുന്നു, വെള്ളിയില്ലാത്തവരിൽ നിന്ന് ആളുകൾ തിരിച്ചു പോകുന്നത് ഞാൻ കാണുന്നു. ആളുകളുടെ പൊതുവെയുള്ള സ്വഭാവം അതാണ്. رأيت الناس من فالله إلى من عنده في الله ومن لا عنده في الله فأنه الناس من فالله. വെള്ളിയുള്ളവരിലേക്ക് അധിക ആളുകളും സ്പീഡിൽ പോകുന്നു, വെള്ളിയില്ലാത്തവരിൽ നിന്ന് തിരിച്ച് സ്പീഡിൽ പോകുന്നു. ഈ ഒരു അവസ്ഥ ശരിക്കും മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള. അപ്പൊ ധനത്തോടുള്ള അത്യാർത്തി പാടില്ല. ആർത്തിക്ക് കുഴപ്പമില്ല, മുതൽ ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, മുതലുണ്ടാക്കണം, ഉള്ളവര് വേണമല്ലോ സമുദായത്തിൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 700 ഒട്ടകങ്ങളും ആ ഒട്ടകപ്പുറത്തുള്ള ചരക്കുകളും അള്ളാന്റെ മാർഗത്തിൽ നൽകി. അത്യാവശ്യ ഘട്ടങ്ങളിലും യുദ്ധരംഗങ്ങളിലും മറ്റും സഹായിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള സമ്പന്നരുണ്ടായിരുന്നു. സമ്പത്ത് മുഖ്യ ഘടകമാണ്. ആവശ്യമുള്ള സമയത്ത് ചെലവാക്കണം, ആവശ്യമുള്ള സമയത്ത് ചെലവാക്കണം.
അതിനു വേണ്ടിയിട്ട് സമ്പത്ത് വേണം. പക്ഷെ അത് സമ്പാദനത്തിന്റെ രീതി അത് ഹലാലായ രൂപത്തിലാകണം, വിനിയോഗത്തിന്റെ രീതിയും ഹലാലായ രൂപത്തിലാകണം. ഏതൊക്കെ മാർഗത്തിലുണ്ടാക്കി ഏതൊക്കെ മാർഗത്തിൽ ചെലവഴിച്ചു എന്നതിനെ പറ്റി അള്ളാഹു ചോദിക്കും. അത് നമ്മൾ ഓർത്താൻ പറ്റും. അപ്പൊ അള്ളാഹു പറയുന്നത് അവസാനിപ്പിക്കാൻ അള്ളാഹു പറയുന്നത് അള്ളാഹു പറയാൻ നീ ദുന്യാവിനെ തെരഞ്ഞെടുക്കാൻ, പക്ഷേ ഉത്തമമായത് പരലോകമാണ്, എന്നെന്നും നിലനിൽക്കുന്നതും ഖൈറായതും പരലോകം. ദുന്യാവ് ക്ഷണികാണ്, അത് പെട്ടെന്ന് പോകും, അതായത് പെട്ടെന്ന് നമ്മൾ മരിക്കും. وكم من فتى يمسي ويصبح آمنا وقد نوصدت أكفاءه فهو لا يدري. കവി പാടിയില്ലേ, എത്രയെത്ര ചെറുപ്പക്കാരാണ് നിർഭയത്വത്തോടുകൂടെ പ്രഭാതവും പ്രദോഷവും കഴിച്ചു കൂട്ടുന്ന എത്ര ചെറുപ്പക്കാർ. അവനറിയുന്നില്ല അവനിക്കുള്ള കഫംപടവ നെയ്യപ്പെട്ട വിവരം. അവന്റെ കഫംപടവ റെഡി ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ടെക്സ്റ്റൈൽസിൽ കയറും, നമ്മളെ സുഹൃത്ത് അവിടെ ഉണ്ടാവും. ഇവിടെ പുറത്തൊക്കെ കൊട്ടൊത്തിരുന്ന ഞാൻ പോട്ടോ എന്ന് പറഞ്ഞവൻ പോവായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർത്ത കേൾക്കാണ് ആക്സിഡന്റിൽ മരിച്ചു. അവനിക്കുള്ള കഫംപടവ ആ കടിയിൽ തന്നെ ഉണ്ടാവും. അവൻ ചിലപ്പോൾ വെറുതെ നോക്കുന്ന നോക്കിയിട്ടുണ്ടാവും. സഹോദരായിട്ട് സഹസ്രിക്കുന്ന നമ്മുടെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞി ഏതെങ്കിലും ഒരു കടിയിൽ ഇപ്പൊ ചിലപ്പോ കടക്കാർ അങ്ങോട്ട് വെച്ചിട്ടും ഇപ്പുറത്ത് വെച്ചിട്ടും ചിലപ്പോ തിരൂരിന്ന് വരുന്നുണ്ടാവും വണ്ടിന്റെ മുകളിലിട്ടിട്ട് ട്രെയിനിൽ വന്നിറങ്ങാനുണ്ടാവും. പറയാൻ പറ്റുമോ അങ്ങനെ? നമുക്കുള്ള കഫംപടവ ചിലപ്പോ ഏതോ ഒരു കമ്പനിയിൽ നെയ്യനുണ്ട്, ചിലപ്പോ കടയിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ റെഡിയായി കാരണം നമ്മളറിയില്ല, കഴിഞ്ഞുകൂടെ മരിച്ചു പോവും. യാതൊരു പേടിയുമില്ലാതെ സമയങ്ങളിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്നു. പക്ഷേ നമുക്കുള്ള കഫംപടവ വന്നിരിക്കുന്നു. وكم من صحيح مات من غير علة وكم من عليل عاش ظهرا إلى ظهر. എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രർ, എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ് ഒരു അസുഖവുമില്ലാതെ പെട്ടെന്ന് മരിക്കുന്നത്. അതേസമയം എത്രയെത്ര രോഗികളാണ് മരിക്കാതെ കാലങ്ങളോളം കഴിയുന്നത്. ഒരു അസുഖവും ഇല്ലാത്ത ആള് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറയണ്ട ഒരു കുഴപ്പമില്ല, പുറത്തൊരു കൊട്ടുകൊട്ട് പറഞ്ഞു പെട്ടെന്ന് തളരാണ്. പെട്ടെന്ന് 4 ഡോക്ടർമാരുള്ള ഒരു വീട്ടിലെ ഒരു ഡോക്ടർ കൊയഞ്ഞെടുക്കുന്നുണ്ട്. ചിന്തിച്ചോ സഹോദരനാണ്, അവർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ. ഹജ്ജിന് പോയ ഒരു ഡോക്ടർ നമ്മളോട് പറഞ്ഞു, അവിടുന്ന് വേദന ഉണ്ടെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞു. നമ്മളറിഞ്ഞില്ല, മറ്റുള്ള ആളുകളുടെ ശരീരം അവരെ നോക്കുന്നുണ്ട്, ചികിത്സ നടത്തുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ വാറങ്കോട് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞ് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഒക്കെ 100ക്ക് 100 പറഞ്ഞാലും ഒരു 2 മിനിറ്റ് കൊണ്ട് തകിടം അറിയാൻ. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അയാൾ ഹ്യൂമാനിറ്റേഷൻ വന്ന ഡോക്ടർ പറയാം, നിങ്ങൾ പറഞ്ഞെന്നെ ശരി സ്ഥാനം. എന്നാൽ നിങ്ങൾക്ക് സഹോദര നമ്മുടെയൊക്കെ ധാരണ എന്താ? രോഗികളായ ആളുകൾ അങ്ങനെ കിടക്കുന്നു. എത്ര രോഗികൾ ശരീരം തളർന്നു കിടക്കുന്നത്. 28 കൊല്ലം ഒരാൾ കിടന്ന് നമ്മൾ അനുഭവത്തിൽ 28 കൊല്ലം ശരീരം തളർന്നു കിടന്നു. മക്കളിങ്ങനെ അടുത്തുള്ള വാതിന്റെ സാഹസപ്പൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു. ഇപ്പൊ മരിച്ചു. നല്ല കിടന്ന് മരിക്കണ്ടേ, നോക്കാൻ ആളില്ല. പുതിയാപ്ല കല്യാണം കഴിഞ്ഞ് 2 or 3 ദിവസം കഴിഞ്ഞ് മരിക്കും. സൽക്കാരത്തിന് പോകുമ്പോ മരിക്കും, ഒരുങ്ങുമ്പോ മരിക്കും. എല്ലാരും ഞെട്ടിപ്പോകും, ഒരു കാരണം വേണ്ട. എന്നാലോ രോഗികൾ മരിച്ചെങ്കിൽ അവരും കിടക്കുന്നവരും നോക്കുന്നവരൊക്കെ വിചാരിക്കാൻ മരിക്കുന്നു. وكم من عروس زينوها لبرنها وقد قبلت أزواجها وهي لا تدري. എത്രയെത്ര വധുമാര് പെൺകുട്ടികൾ അവര് ചമയിപ്പിക്കപ്പെടാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി. അവൾ അറിയുന്നില്ല ഭർത്താവിന്റെ ആത്മാവിനെ പിടിച്ചത്. പുതിയാപ്പിള പോയി, പുതിയാപ്പിളന്റെ ഒപ്പം പുതിയാപ്പിളന്റെ പെങ്ങന്മാരും പോയി മാറ്റാന്. ആദ്യം അങ്ങനെയാണല്ലോ, ഇത് പുതിയാപ്പിള തിരിച്ചു പോന്നു, ഈ പുതിയതിനെ മാറ്റി ഒരു കൊണ്ടുവരും. ഒപ്പം പോരണം, അല്ലെങ്കിൽ ഒരു റാഹത്തില്ലാത്ത അവസ്ഥ.
അല്ലാതെ നടന്നൊരു സംഭവം ഞാൻ പറയാം. പുതിയാപ്പിള പുതിയണ്ണിന്റെ പെരയിൽ പോയിട്ട് തിരിച്ചു പോന്നു. പുതിയാപ്പിളും കൂട്ടരും പോരുമ്പോ പുതിയാപ്പിള അറ്റാക്കായി മരിച്ചു. അപ്പൊ അവിടെ പുതിയണ്ണിന് മാറ്റാണ്. ഇത് അനുഭവം നടന്ന സംഭവം. പുതിയാപ്പിളക്ക് അറ്റാക്ക് ഉണ്ടായി മരിക്കലോടുകൂടെ അതുവരെ ബഹളം വെച്ച കുട്ടികൾ സുഹൃത്തുക്കൾ ഞെട്ടിപ്പോയി. എല്ലാരും കരയാൻ തുടങ്ങി. വല്ലാത്ത സങ്കടം. അത്തറിന്റെ മണം പോയിട്ടില്ല. പൗഡർ ഇട്ടപ്പോഴും ഉണ്ട്. സംഗതി ആള് മരിച്ചു. പെട്ടെന്നുള്ളൊരു ഷോക്ക്. ഈ വിവരം പുതുപ്പെണ്ണിന്റെ വധുവിന്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അവിടെ ജഗവോ ഒച്ചപ്പാടാ. അവിടെ പുതിയണ്ണിനെ മാറ്റിയെടുക്കുക. അവൾ അറിയുന്നില്ല. അവരുടെ പുതിയാപ്പിളയുടെ വരന്റെ ഭർത്താവിന്റെ ആത്മാവ് പിടിക്കപ്പെട്ട വിവരം അവിടെ ചമയിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് സഹോദര നടക്കുന്നത്. അത് നമ്മുടെ കണ്ണിനെ തുറപ്പിക്കണം. അല്ലാഹു പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ദുനിയാവ് ക്ഷണികമാണ്, അത് പെട്ടെന്ന് പോകും. ആഖിറമോ പരലോകമോ അത് കാലാകാലം അറ്റമില്ല. അതാണ് ഖൈറായത്, അതാണ് ഉത്തമമായത്. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസാ. ദുനിയാവ് എന്ന് പറയുന്നത് ക്ഷണികമാണ്, അത് പെട്ടെന്ന് പോകും. ആഖിറമാകുന്നത് അത് കാലാകാലമുള്ളതാണ്, അതാണ് ഉത്തമമായത്. ഇത് ഖുർആന് മാത്രമല്ല പറയുന്നത്. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ. ഇത് ഒന്നാമത്തെ ഏടുകളിലുമുള്ള കാര്യമാണ്, ആദ്യകാലത്തെ ഏടുകളിലുമുണ്ട്. അതായത് സുഹുഫി ഇബ്രാഹീമ വ മൂസാ. മൂസ നബിക്കും അതുപോലെ ഇബ്രാഹിം നബിക്കും കൊടുത്ത ഏടുകളിലും ഈ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനപരമായിട്ട് ഈ വിഷയം തന്നെയാണ് എല്ലാ കാലത്തും പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാലത്തും പ്രവാചകന്മാരെ പഠിപ്പിച്ചത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ വരുമാനം കൂട്ടാൻ നോക്കണം. അതിന് അള്ളാഹു നമുക്ക് തന്നൊരു അവസരമാണ് ഈ ഒഴിവ് സമയങ്ങളൊക്കെ. പരലോകത്തേക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ നോക്കണം. ദുനിയാവിന്റെ കാര്യം നമ്മൾ നല്ല ശ്രദ്ധ. അപ്പൊ കുട്ടികൾക്ക് ഒഴിവ് സമയമാണ്, SSLC റിസൾട്ട് വന്ന സമയമാണ്. നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ദുനിയാവിലെ വരുമാനമാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, നമ്മുടെ കുട്ടികളെ മതരംഗത്ത് നമ്മൾ പഠിപ്പിക്കണം. വലിയ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നാളേക്ക് വേണ്ടി? നമുക്കൊക്കെ ഒരു മുതലാവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബറിന്റെ അരികെ പോകുമ്പോഴേ ആ ഖബറിലെ ശിക്ഷ അള്ളാഹു കാണിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരന്റെ ഖബർ. പിന്നെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് അതേ ഖബറിന്റെ അരികെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോ വീണ്ടും കാണിച്ചു കൊടുത്തു. ആ ഖബറിൽ രക്ഷയാണ്, ഒരു കുഴപ്പമില്ല, സ്വർഗത്തോപ്പ. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എന്താണ് നിന്റെ രഹസ്യം? എന്താണ് നിന്റെ രഹസ്യം? നേരത്തെ ഞാനിതിലെ പോകുമ്പോ അള്ളാഹുവെ നീ എനിക്ക് കാണിച്ചു തന്നു, ഈ ഖബറിലെ ഈ ചെറുപ്പക്കാരൻ ഭീകരമായ രൂപത്തിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ഇപ്പോ ഇയാൾക്ക് രക്ഷയാണ്. എന്താണ് ഇതിന്റെ മാറ്റം? ഈ മാറ്റത്തിന്റെ കാരണം എന്താ? ജിബ്രീൽ എന്ന മലക്ക് ഈസാ നബിയെ അറിയിച്ചു. ഈസാ നബിയെ, അദ്ദേഹം മരിക്കുന്ന സമയത്തൊരു തെമ്മാടിയായിരുന്നു. അതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്ന് ലഭിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു. പിന്നീട് അവൾ പ്രസവിച്ചു ഒരു ആൺകുട്ടിയെ. ആ പെണ്ണ് ആ കുട്ടിയെ വളർത്തി വലുതായപ്പോ ഒരു ഇഞ്ചിയിൽ പാണ്ഡിത്യമുള്ള ഒരാളുടെ അരികെ ഒരു പണ്ഡിതൻ ഏൽപ്പിച്ചു ഈ കുട്ടിയെ. അങ്ങനെ ആ കുട്ടി ബിസ്മില്ലാ പഠിച്ചു. ബിസ്മില്ലാ എന്ന് പഠിച്ചു. കുട്ടി അത് ചൊല്ലാൻ തുടങ്ങി. ഈസാ നബിയോട് മഹാനായ റൂഹുൽ അമീൻ മലക്ക് പറയുന്നു, അള്ളാഹു എന്തുകൊണ്ടാണ് അയാളെ ശിക്ഷ മാറ്റിക്കൊടുത്തത്? അദ്ദേഹത്തിന്റെ മകന് ബിസ്മില്ല പഠിച്ച് നല്ല കാര്യങ്ങൾക്കത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, അങ്ങനെയുള്ള ആ കുട്ടിയുടെ പിതാവിനെ ഖബറിലിട്ട് ശിക്ഷിക്കാൻ എനിക്ക് ലജ്ജ തോന്നി, അതുകൊണ്ട് ഞാൻ ആ ശിക്ഷയെ മാറ്റിക്കൊടുത്തതാണ്. അള്ളാഹു അറിയിച്ചു. അപ്പോ ഒരു കുട്ടി ബിസ്മില്ല പഠിച്ച ഒറ്റ കാരണത്താൽ വാപ്പാക്ക് ഖബർ ശിക്ഷ ഒഴിവായി കിട്ടിയെന്ന് പറഞ്ഞാൽ, എന്തും നിങ്ങളും മക്കള് ദീന പഠിച്ചാൽ എത്ര കൂലി നമുക്ക് കിട്ടാം? ആരായി വരുമാനം ആലോചിക്കാതെ? ഇവർ നല്ലൊരു ഗവൺമെന്റ് തലത്തിൽ നല്ലൊരു ജോലി കിട്ടണം, നല്ല ശമ്പളം വാങ്ങണം, ആ ഒരു ചിന്ത മാത്രം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ഒരു കുട്ടീനെ നമ്മൾ ഒരുപാട് 2 3 ആൺകുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ നമ്മൾ മതം പഠിപ്പിക്കട്ടെ. എല്ലാരെയും പഠിപ്പിക്കാം, എല്ലാരെയും പഠിപ്പിക്കണം. കൂടുതൽ ഒരാളെങ്കിലും എല്ലാ ഒപ്പം ഉണ്ടായിക്കോട്ടെ നമ്മളെ വീട്ടിൽ. ഇന്ന് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണ്ടേ? കൂടുതൽ മതം പഠിച്ചവരുണ്ടാകട്ടെ. ഇന്നലെ എന്നോട് എന്റെ നാട്ടിലൊരു സഹോദരൻ, ആകെ ആൺകുട്ടികൾ എവിടെ ചേർക്കണം?
ഏത് സ്ഥാപനത്തിലാണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. ആകളുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ഇപ്പൊ നമുക്ക് ആകളുള്ളൊരു കുട്ടി നമ്മൾ മതം പഠിപ്പിക്കാൻ തീരുമാനിച്ചാല് ഒരു പള്ളി ദർസിലോ അല്ലെങ്കിൽ ഒരു അറബി കോളേജിലോ നമ്മൾ ചേർത്താല് അയലോക്കാരെന്താ പറയാ അറിയോ, എന്തെങ്കിലും പീഡിക്കോകാൻ കാട്ടുക, ഇവര് പട്ടിണി എടുക്കുമെന്നുള്ള ബേജാറ് ഓൽക്കാണ്. അത് പീഡിക്കൊണ്ട് ബേജാറല്ല, ആ കുട്ടിയൊക്കെ ഇപ്പൊ അങ്ങനെ വലിയൊരു പണ്ഡിതനായി വന്നാൽ ഇപ്പൊ നമുക്ക് താരേക്കാരം മോശമല്ലേ. അത് മറ്റേ റോഡാണ്. ഉള്ളിൽ കിടമ്പോ എനിക്കറിയാം സഹോദര, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഓനെ പറഞ്ഞേച്ചത്, എങ്ങനെ പിന്നെ നിങ്ങൾ കഴിയ ഓനെ കാണാതെ, ആകെ ഒന്നല്ലേ ഉള്ളൂ, ആകെ ഒന്ന് എന്ന് പറഞ്ഞു. ഇവര് ആകെ ഒന്നായതുകൊണ്ട് വേഗം പഠിപ്പിക്കണം. കുറെ ഉണ്ടെങ്കിലും ഒരു സമാധാനം, അങ്ങനെ ആകെ ഒന്നല്ലേ ഉള്ളൂ, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, നമുക്ക് നാളേക്ക് നല്ലൊരു വരുമാനമാണ് നമ്മുടെ കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും സാരമില്ല, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. വലിയ ബുദ്ധിമുട്ട് വരാൻ പോകുമ്പോ അവിടെ രക്ഷപ്പെടണം. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടുത്തെ പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടെ മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ദുനിയാവ് ഒരു പെണ്ണിനെ പോലെ ചമഞ്ഞൊരുങ്ങിയതാണ്, അതിൽ വഞ്ചിതരാകരുത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ എന്ന് പറയുന്നത് ഐഹികമായ ജീവിതം വഞ്ചിച്ചു കളഞ്ഞു, ആ ഒരു അവസ്ഥയിലെത്തരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊരു സൂറത്ത്, അതായത് വളരെ പ്രധാനപ്പെട്ട വത്വാരിക സൂറത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ പ്രാവശ്യം എല്ലാവരും ഓതിക്കൊണ്ട് എന്നിട്ട് നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ.